കരങ്ങളഞ്ചുള്ള ഗജാനനന്നു ഞാൻ, കരിമ്പുതേൻ ശർക്കര നല്ല കാതളം, കൊടുത്തിരപ്പേൻ പല പൊഴുതുമാതരാൽ, മനക്കുരുന്നിന്നു തുണയ്ക്ക സന്തതം. വാണീ നിൻ കൃപ കാണി വേണമതിനായി, ഏണാംഗബിംബാനനെ വീണേൻ ത്വൽപദപങ്കജത്തിലടിയൻ. വാണീ മനോഹാരിണീ വാണീ നിർജിത വേണുഗാനമധുരേ, വാണീ ഗുണം നൽകുവാൻ വാണിയിടേണമതിനു നിന്നടിയിൽ വീഴുന്നു മൂകാംബികേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം, വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം. അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം, യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം പരമാനന്ദമാധവം. നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ ഭക്തി എന്ന വിഷയം അധികരിച്ചാണ് കഴിഞ്ഞ 4 ദിവസങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ചത്. നമ്മൾ ഇന്നലെ കണ്ടു, ഭഗവാന്റെ ഭക്തി ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ഒരു വഴിയാണ്. അല്ലെങ്കിൽ ഭഗവാനെ നമുക്ക് ഒരു കാര്യമുണ്ട്, ഒന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് ജന്മജന്മാന്തരങ്ങളിലെ സാധനയുടെ ഫലമായി നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായി വരുന്ന ഈശ്വരപ്രേമം. രണ്ടാമത്, നമുക്കിതാണ് വഴി എന്നറിഞ്ഞ് നമ്മളുടെ ഉപാസനയിലൂടെ വളർത്തിയെടുക്കുന്നതായ സ്നേഹം, പ്രേമം. അപ്പോൾ ചില ആളുകൾ നമ്മൾ കാണുന്നു, അവർ ജന്മനാൽ തന്നെ, അല്ലേ, ചെറിയ കുട്ടികളും ഒക്കെ ഉണ്ട്, അവർക്ക് ജന്മനാൽ തന്നെ രാഗങ്ങൾ അറിയുവാനും പല പല രാഗങ്ങളിൽ പാടുവാനും ഒക്കെ സാധിക്കണു. അതെന്തുകൊണ്ടാണ്? അത് അവരുടെ ജന്മാന്തര സുകൃതം കൊണ്ടാണ്. അതുമാതിരി ചില ആളുകൾക്ക് ഭക്തി സ്വാഭാവികമാണ്, അവർക്കൊന്നും പ്രയത്നിക്കേണ്ടതില്ല. അവരുടെ മനസ്സ് സ്വതവേ തന്നെ ഭഗവാനിലേക്ക് ഒഴുകുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾ വളരെ വളരെ അപൂർവമാണ്. അപ്പോൾ നമുക്കൊക്കെ എന്താ ഒരു വഴി? നമുക്കും പറ്റുമോ ഭക്തി ഉണ്ടാവാൻ? നമുക്കും ഭഗവാനിൽ ഈ പറയുന്നതായ പ്രേമമുണ്ടാകാൻ സാധ്യതയുണ്ടോ? പറയാണ്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? പറഞ്ഞു, 3 കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു. ഒന്ന്, ഭഗവാനെ പൂജിക്കുക. അപ്പോൾ പൂജിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രഗമനം, പര്യടനങ്ങൾ, തീർത്ഥാടനങ്ങൾ, അതൊക്കെ അതിൻ്റെ ഭാഗം. പിന്നെ ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ മാഹാത്മ്യം ശ്രവിക്കുക, ഭഗവത് തത്വത്തെ ശ്രവിക്കുക. ശ്രവിച്ചാൽ മാത്രം പോരാ, ആ ശ്രവിച്ചതിനെ മനസ്സിലിങ്ങനെ തച്ചിന്തനം, ഭഗവാനെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. തച്ചിന്തനം തത് കഥനം. ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ വെറുതെ അതൊക്കെ പറയണ പകരം ഭഗവാനെക്കുറിച്ച് പറയുക. അന്യോന്യം തത് പ്രബോധനം. നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ സത്യത്തെ തന്നെ
പ്രബോധനം ചെയ്യുക. നോക്കൂ, പലപ്പോഴും ആൾക്കാർ പറയും ഭക്തിയിൽ ബുദ്ധിക്ക് സ്ഥാനമില്ലാന്ന്. ശരിയായിരിക്കും, അപരാഭക്തിയിൽ അങ്ങനെയായിരിക്കും. പക്ഷെ പരാഭക്തി എന്ന് പറയുന്നത് ന്യായത്തിനും അപ്പുറമുള്ളതാണ്. അതായത് അവിടെ ന്യായമില്ല, ലോജിക്കില്ല എന്നല്ല, എല്ലാ ലോജിക്കുകൾക്കും അപ്പുറമാണ് സ്നേഹം. ഇപ്പം നമ്മൾ ഈ ലോകത്ത് തന്നെ ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയോട് സ്നേഹം തോന്നുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക വ്യക്തിക്ക് ഒരു പ്രത്യേക വ്യക്തിയോട് തന്നെ സ്നേഹം തോന്നുന്നത്? അവിടെ നമ്മൾ ബുദ്ധിപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ അത് അല്ലെ, അതിന് ആ ബുദ്ധിക്കൊന്നും അവിടെ, അതായത് ലോജിക്കുകൾക്കും അപ്പുറമാണ്, ന്യായങ്ങൾക്കും ബുദ്ധിയുടെ കസർത്തുകൾക്കും അപ്പുറമാണ് ദിവ്യമായ പ്രേമം എന്ന് വരികിലും ബുദ്ധിയും നമ്മളെ സഹായിക്കും. എന്തുകൊണ്ട് അല്ലേ? എന്തിനെയാണോ നമ്മുടെ മനസ്സ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിലേക്ക് നമ്മുടെ മനസ്സ് ആകൃഷ്ടമായി തീരും. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷൂപജായത്തെ സംഗാത് സഞ്ജായത്തെ കാമഃ. ഈ ലോകത്തിലെ വിഷയങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് എപ്പോഴും ലൗകിക വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നാൽ അതിനോട് സംഘം ഉണ്ടാവും, അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കാമം ഉണ്ടാവും. എപ്പോഴാണോ നമ്മുടെ മനസ്സ് സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ആത്മാവിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത്, അപ്പം എന്ത് പറ്റും? ഭഗവാനോട് സംഘം ഉണ്ടാവും. അങ്ങനെ ഭഗവാനോടുണ്ടാകുന്ന കാമത്തെയാണ് എന്ത് പറയുന്നത്? ഭക്തി എന്ന് പറയുന്നത്. ഭഗവാനിൽ നമുക്ക് നൈസർഗികമായുണ്ടാകുന്ന പ്രേമത്തിൻ്റെ പല തലങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. നമുക്ക് ഭഗവാനെ നമ്മുടെ കുഞ്ഞായിട്ട് വാത്സല്യത്തോടെ ഭജിക്കാം, നമ്മുടെ സുഹൃത്തായിട്ട് ഭജിക്കാം, അല്ലേ? മൈത്രി എന്ന് പറയും. അതുപോലെ നമുക്ക് നമ്മുടെ സ്വാമിയായിട്ട് ഭജിക്കാം, അച്ഛനായിട്ട് ഭജിക്കാം, അമ്മയായിട്ട് ഭജിക്കാം, ഗുരുവായി ഭജിക്കാം, എങ്ങനെയാവാം. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം നമ്മളും ഭഗവാനും തമ്മിൽ ഒരു ബന്ധമുണ്ടാകണം. വെറുതെ ഒരു കൺസെപ്റ്റ്, ഓ ഗോഡ് ഈസ് എ കൺസെപ്റ്റ്, ഒരു ഗോഡ് ഒരു കൺസെപ്റ്റ് ആയിരിക്കുന്നിടത്തോളം കാലം അവിടെ സംബന്ധമില്ല. അതൊരു എന്താ പറയുക, ഒരു സ്റ്റഡി, ഒരു പഠനത്തിന് അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനത്തിന്, ഒരു ചർച്ചയ്ക്ക്, ഒരു ഡോക്ടറേറ്റിനൊക്കെ മതി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭഗവാനുമായുണ്ടാകുന്ന സംബന്ധമാണ്. ഇവിടെ പറയാണ് ഭഗവാൻ എങ്ങനെയാണ് നമുക്ക് ഭഗവാനിലേക്ക് ഈ ഭക്തിയെ, ഭഗവാനോടുള്ള ഈ പ്രേമത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? പറയണ ഭഗവാൻ, തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ഹേ ഭാരത, ഭഗവാൻ ഏറ്റവും അർജുനനെ വിളിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ശബ്ദമാണ് ഭാരത, അല്ലേ? പക്ഷെ ഒരു ഗുണമുണ്ട് ഇതിന്. ഈ ഭാരത ശബ്ദം എന്നുള്ളതുകൊണ്ട് അർജുനൻ മാത്രമല്ല, നമ്മളെല്ലാവരും അതിൽ ഉൾക്കൊള്ളുന്നവരായിത്തീരും, അല്ലേ? എന്തുകൊണ്ട്? നമ്മളെല്ലാവരും ഭരതൻ്റെ മക്കളാണ്, അല്ലേ? ഭാസിൽ രമിക്കുന്നത് ഭാരതം ചെന്തർത്ഥം? ആത്മഭാസിൽ, ആത്മാവിൻ്റെ പ്രകാശത്തിൽ രമിക്കുന്ന സ്ഥാനമാണ് ഭാരതം. ആ ഭാരതത്തിൻ്റെ മക്കളെല്ലാവരും ഭാരതന്മാരാണ്. ഹേ ഭാരത, എന്താണ് നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാനൊരു വഴി? പറയണു, തമേവ ശരണം ഗച്ഛ. പറയാണ് ഭഗവാനിലേക്ക് അടുക്കാൻ എന്താ വഴി? അവിടുത്തെ തന്നെ ശരണം പ്രാപിക്കുക. അവിടുന്ന് തന്നെയാണ് നമ്മുടെ ആശ്രയമെന്ന് മനസ്സിലാക്കി എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ ഭഗവാനിൽ ആശ്രയത്വമുണ്ടാകുന്നത്. ശ്രീരാമകൃഷ്ണൻ രണ്ട് വിധത്തിലുള്ളതായ ഭക്തന്മാരെ കുറിച്ച് പറയും. ഒന്ന് മർക്കട ഭക്തന്മാരും വേറൊന്ന് മാർജാര ഭക്തന്മാരും. എന്താ മർക്കട ഭക്തൻ വെച്ചാൽ, അതായത് ഈ കുരങ്ങിൻ്റെ കുട്ടികളെ, കുട്ടിക്കുരങ്ങന്മാരെ അവരെങ്ങനെയാണ് യാത്ര ചെയ്യുക? അത് ആ കുട്ടിക്കുരങ്ങൻ അമ്മയെ കെട്ടിപ്പിടിക്കുക. അമ്മ ചാടി പോകുമ്പോൾ അതിൻ്റെ ഒപ്പം കുട്ടിക്കുരങ്ങനൊപ്പം പോകും. കുട്ടിക്കുരങ്ങനാണ് അമ്മയെ പിടിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒന്നാണ് മാർജാരൻ. മാർജാരൻ പൂച്ച, അല്ലേ?
പൂച്ചക്കുഞ്ഞിന് കണ്ണൊന്നും മിഴിക്കാണ്ടിരിക്കുന്ന സമയത്ത് എവിടേക്കും പോകാനും അറിയില്ല. അവിടെ കിടന്ന് മ്യാവും മ്യാവും എന്ന് കരയും. ഉടനെ അമ്മ വരും. അമ്മ വന്നിട്ട് ചിലപ്പോൾ എടുത്ത് കൊണ്ടുപോയിട്ട് നല്ല ഒന്നാന്തരം കുഷനൊക്കെ ഇട്ടിട്ടുള്ള സോഫയൊക്കെ കൊണ്ടുവയ്ക്കും. ചിലപ്പോൾ ചാരമുള്ള അടുപ്പിൽ കൊണ്ടുവയ്ക്കും. എവിടെയാണെങ്കിലും അതിന് ഇത്ര പറഞ്ഞ മ്യാവും മ്യാവും എന്ന് വിളിക്കാൻ മാത്രമേ അറിയുള്ളൂ. അത് ഇപ്രകാരം ഭഗവാനിൽ നമുക്ക് രണ്ട് വിധത്തിലുള്ള ആശ്രയം. ഒന്നെന്താ, നമ്മൾ ഭഗവാനെ പിടിക്കുക. വേറൊന്ന് ഭഗവാൻ നമ്മളെ പിടിക്കുക. പറയാണ് തമേവ ശരണം ഗച്ഛ സർവഭാവേന. നമ്മുടെ എല്ലാം അവിടുന്നു തന്നെയാണ് എന്ന ബോധത്തോടെ അവിടുത്തെ ശരണം പ്രാപിക്കൂ. അല്ലേ? പറയണു നമ്മുടെ എല്ലാം 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 ഭഗവാനാണ്. അല്ലേ? പിതാത്വമേവ ബന്ധു മാതാത്വമേവ ബന്ധുസ്ത്വമേവ. അല്ലേ? ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. എനിക്കെല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന ഭാവത്തിൽ നമ്മുടെ ഗുരുവും നമ്മുടെ വഴിയും നമ്മുടെ വെളിച്ചവും നമ്മുടെ പ്രേമവും നമ്മുടെ സ്നേഹവും നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരവും ഭഗവാൻ തന്നെയാണ് എന്ന ഭാവത്തോടെ ശരണം ഗച്ഛ, അവിടുത്തെ ശരണമടയുമ്പോൾ നമുക്കറിയില്ല എന്താ മോക്ഷം, എന്താണ് മോക്ഷത്തിലേക്കുള്ള വഴി, എന്താണ് ഈ നമ്മളിവിടെ എന്തൊക്കെയാണ് ഒന്നും അറിയില്ല. എപ്രകാരമാണോ ഒരു കുഞ്ഞ് തൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ തൻ്റെ പിതാവിന് വേണ്ടി പിതാവിൻ്റെ കൈകളിൽ പൂർണ്ണമായും സമർപ്പിക്കുന്നത്, അമ്മയുടെ കൈകളിൽ സ്വയം സമർപ്പിക്കുന്നത്, അതുമാതിരി എപ്പോഴാണോ നമ്മുടെ മനസ്സ് ശ്രീ ഭഗവാന്റെ പാദങ്ങളിൽ സമ്പൂർണമായിട്ട് സമർപ്പിക്കപ്പെടുന്നത്, അപ്പോഴോ പറയാണ് തത് പ്രസാദാത്. അപ്പം എന്തുവരുന്നു? ആ പരമാത്മാവിൻ്റെ പ്രസാദം കൊണ്ട് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി. ആ ഭഗവാന്റേതായ സ്ഥാനത്തെ, ഏറ്റവും ശാന്തിയുടെ സമാധാനത്തിൻ്റെ, മനസ്സിലെ എല്ലാ മുറിവുകളും ഉണങ്ങി ജന്മജന്മാന്തരങ്ങളായി നമ്മുടെ എല്ലാവരുടെയും കാരണ ശരീരത്തിൽ അനേകം മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴേ ഈ മുറിവുകളൊക്കെ ഉണങ്ങുള്ളൂ? എപ്പോഴാണ് ആ പരമമായിരിക്കുന്ന ഭഗവാന്റെ പാദങ്ങളിൽ ശരണം പ്രാപിച്ച് എപ്പോഴാണോ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഭഗവാനുമായിട്ടൊന്നായി തീർന്നിരിക്കുന്നു എന്ന് മനസ്സിലാവുമ്പോൾ, നമ്മുടെ ദ്വൈതബുദ്ധി ഞാനൊരു ജീവനാണെന്നുള്ള അഹങ്കാരമില്ലാതായി തീരുമ്പോൾ എന്ത് സംഭവിക്കണോ? നമ്മുടെ ഉള്ളിലെല്ലാ മുറിവുകളും ഉണങ്ങുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് പരാം ശാന്തിം, പരമമായിരിക്കുന്ന ശാന്തി. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ലോകത്തിൽ പൊതുവെ ഇവർ പറയുന്നതായ ശാന്തി ഉണ്ടാവാത്തത്? നോക്കൂ, ചിലപ്പോൾ നമ്മൾ തന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, അല്ലേ? ജീവിക്കാനുള്ള ചുറ്റുപാടുകളുണ്ട്, ആളുകളുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഒരു പൂർണ്ണതയില്ലാത്തത്? നമുക്കെല്ലാം ഉണ്ടെങ്കിലും ഒരു പൂർണ്ണത ഉണ്ടാവണില്ല. എന്തുകൊണ്ടാണ്? അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലേ? ബ്രഹ്മാവ് നമ്മളെ സൃഷ്ടിച്ച സമയത്ത് ബാക്കിയെല്ലാം നേടിയാലും നിറയ്ക്കാൻ പറ്റാത്ത ഒരു കാവിറ്റി, അല്ലേ? ഒരു സ്ഥലം, ഒരു ആകാശം, ഒരു സ്പേസ് നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് നിറയ്ക്കാം, പക്ഷെ ഈ സ്പേസ് ഇതെന്താണ്? ഇത് ആത്മാവിൻ്റെ സ്ഥലമാണ്. എന്നുവെച്ചാലോ, എപ്പോഴാണോ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ മാത്രം നിറയുന്നതായ ഒരു സ്ഥാനം, ഒരു ആകാശം, ഒരു സ്പേസ്, ഒരു സ്ഥലം നമ്മിലെല്ലാവരിലുമുണ്ട്. അതുകൊണ്ടാണ് ഭാഗവതം പറയും ബ്രഹ്മാവലോകധിഷണം മുദമാപദേവ. ഭഗവാൻ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ, ബ്രഹ്മാവ് നമ്മളെ സൃഷ്ടിച്ചപ്പോൾ, ബാക്കിയെല്ലാം സൃഷ്ടിച്ചിട്ടും തൃപ്തി വരാത്ത ബ്രഹ്മാവ് അവസാനം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ സന്തോഷിച്ചു. എന്തേ? നമ്മുടെ ഉള്ളിലൊരു സാധനം, ഒരു സ്പേസ് ഉണ്ടാക്കി വെച്ചു. എന്ത് സ്പേസ്? അവനവനെ അറിയുവാനുള്ളതായ ഒരു സ്ഥലം. പറയാണ് ഇവിടെ പരാം ശാന്തിം. എങ്ങനെയാ ഈ പരാശാന്തി ഉണ്ടാവുക? എന്നാണോ നമുക്ക് നമ്മളെ അറിയാൻ പറ്റുന്നത്, എന്നാണോ നമുക്ക് സത്യത്തിൽ ഭഗവാനാണ് എല്ലാം എന്നറിയാൻ പറ്റുന്നത്. ജ്ഞാനപദത്തിൽ എന്നെ അറിയൽ, ഭക്തിപദത്തിൽ ഈശ്വരനെ അറിയൽ, രണ്ടും ഒന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളതായ ആ പരമമായിരിക്കുന്ന ശാന്തിയെ
പ്രാപിക്കും. അത് ശാശ്വതമാകുന്നു. ഒരിക്കലും നമ്മളിത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് ആ അനുഭവത്തിൽ നിന്ന് നമുക്ക് വീഴ്ചയുണ്ടാവുകയില്ല. ഈ ആത്മാനുഭവത്തിൻ്റെ ഈശ്വരാനുഭൂതിയുടെ പരാകാഷ്ഠയിലെത്തലാണ് മനുഷ്യജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം. അത് അറിഞ്ഞാൽ മാത്രമേ യദ്ഗത്വാന നിവർത്തന്തി തദ്ധാമ പരമം മമ. ഏതൊന്നിനെ അറിഞ്ഞാലാണോ അനുഭവിച്ചാലാണോ പിന്നീട് നമുക്ക് തിരിച്ചു വരേണ്ടത് ഇല്ലാത്തത്, ആ സ്ഥാനം, ആ പൂർണ്ണത, ആ ആനന്ദാനുഭൂതിയാണ് ഭഗവാൻ. അവിടേക്ക് എത്തിച്ചേരലാണ് നമ്മുടെ ഓരോരുത്തരുടെയും പരമമായ ലക്ഷ്യം. അതാണ് നമുക്ക് പരാശാന്തി. അതെങ്ങനെയാ പറ്റുക? അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ? ഒരിക്കലേ പൂജ്യ ഗുരുദേവ് എവിടെയോ യാത്ര പോയ സമയത്ത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി അദ്ദേഹത്തോട് പറഞ്ഞു, ഹാവ് എ ഗുഡ് ഡേ, ഹാവ് എ നൈസ് ഡേ. നമ്മളും പറയാറുണ്ട് അങ്ങോട്ട് കിടും അല്ലേ, ഹാവ് എ നൈസ് ഡേ, ഗുഡ് ഡേ എന്നൊക്കെ. അപ്പോൾ ഗുരുദേവനോട് പറഞ്ഞു ആ സെക്യൂരിറ്റി, ഹാവ് എ നൈസ് ഡേ. ഗുരുദേവ് അവരോട് ചോദിച്ചു, ഹൗ? വി സേ വി വിഷ് ഈച്ച് അതർ ഹാവ് എ നൈസ് ഡേ. ഹൗ? എങ്ങനെയായി നൈസ് ഡേ ഉണ്ടാവാൻ പോണേ അല്ലേ? പറയാണ് എങ്ങനെയായി നൈസ് ഡേ? എന്താ ഈ നൈസ് ഡേ എന്ന് പറയുന്നത്? എന്താണ് ഈ പരമമായിരിക്കുന്ന ആ ശാന്തി, സന്തുഷ്ടി, തൃപ്തി, സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഹൗ ടു ഗെയിൻ ദാറ്റ്? പറയാണ്, ഭക്ത്യാ ത്വനന്യയാ ശക്യ അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. നമ്മൾ കേട്ടു, എന്നാൽ അപ്പുമാൻ്റെ കടയിൽ നല്ല ഒന്നാന്തരം മാമ്പഴം വന്നിട്ടുണ്ട്, ദിൽപസന്ത്. ഓരോ നാട്ടിലും വിശേഷങ്ങളായിട്ടുള്ള മാമ്പഴങ്ങളുണ്ട്. ദിൽപസന്ത് എന്ന് പറഞ്ഞിട്ടൊരു മാമ്പഴമുണ്ട്, വളരെ സ്വാദിഷ്ടമാണെന്നാണ് പറയാം. അപ്പം നമ്മൾ പറഞ്ഞു, അതേ കേട്ടില്ലേ, അപ്പുമാൻ്റെ കടയിൽ ദിൽപസന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഓ, അതെന്തായി ദിൽപസന്ത്? അയ്യോ, അതൊന്നും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കഴിച്ചു നോക്കണം. ഓ, അപ്പം നമ്മുടെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായി, ഇതിപ്പോൾ എന്താ ഈ ദിൽപസന്ത് കാണണമല്ലോ എന്ന്. ഇപ്പം നമ്മളവിടെ പോയിട്ട് കണ്ടു, ആഹാ, ഇതാണല്ലേ ദിൽപസന്ത്, കൊള്ളാം. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടു, എന്നിട്ടോ അത് 1 കിലോ വാങ്ങിച്ചു, കയ്യിലായി. എന്നിട്ടോ വീട്ടിൽ കൊണ്ടുവന്ന് അതൊക്കെ കഴുകി അത് കട്ട് ചെയ്തിട്ട് ഒരു കഷ്ണം കഴിച്ചു. നോക്കൂ, ഇപ്പം നമ്മുടെ ജീവിതത്തിലെ ഏതൊരു അനുഭവത്തിനും ഈ 3 തലങ്ങളുണ്ടെന്നാണ്. ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും അല്ലേ? തത്വേന ജ്ഞാതും, അതിനെ വേണ്ടവണ്ണം അറിയുക. പിന്നെ തത്വേന ജ്ഞാതും തത്വേന ദ്രഷ്ടും തത്വേന പ്രവേഷ്ടും, അതിനെ യഥാർത്ഥമായ രീതിയിൽ അതിനെ കാണുക, അതിനെ സ്വായത്തമാക്കുക, അതുമായി ഒന്നായി തീരുക. നോക്കൂ, ലോകത്തിലെ എല്ലാ അനുഭവങ്ങൾക്കും ഈ 3 തലങ്ങളുണ്ട്. ആദ്യം നമ്മൾ കണ്ടു, അറിഞ്ഞു, അതിനെക്കുറിച്ച് കേട്ടു, എന്നിട്ട് അതിനെ കണ്ടു, എന്നിട്ട് അതിനെ അനുഭവിച്ചു, ഇല്ലേ? ഇങ്ങനെ ഈ 3 തലങ്ങളാവുമ്പോഴേ നമ്മുടെ അനുഭവം സമ്പൂർണ്ണമാവുന്നുള്ളൂ. ഇതുമാതിരി നമുക്ക് എങ്ങനെയാണ് ഈ പരമമായ ശാന്തി ഉണ്ടാവുക? പറയാണ്, ഭഗവാനെ അറിയണം. ഈ ലോകത്ത് നമ്മൾ എന്തെല്ലാം വിഷയങ്ങൾ അറിയണു. ഈ വിഷയങ്ങൾ അറിയുന്നത് മോശമാണോ? അല്ല. ലോകത്ത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അല്ലേ, ഈ ഊർജ്ജതന്ത്രം, പല വിധത്തിലുള്ളതായ ഭൗതിക ശാസ്ത്രങ്ങളുണ്ട്. ഇതൊക്കെ പഠിക്കണം, ഇതൊക്കെ അറിയണം. ഇതറിയരുത് എന്ന് അധ്യാത്മശാസ്ത്രം പറയുന്നില്ല. പറയണു, ദ്വേ വിദ്യേ വേദിതവ്യേ, 2 വിദ്യകൾ നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം. പരാച അപരാച ഇതി. എന്താണ് ഈ 2 വിദ്യകൾ? ഒന്ന് ഈ കാണാകുന്ന പ്രപഞ്ചത്തെക്കുറിച്ചിട്ടുള്ള അറിവ്, ഒന്ന് അവനവനെ കുറിച്ചിട്ടുള്ള അറിവ്.
അപ്പോൾ പലപ്പോഴും നമ്മുടെ പുതിയ തലമുറയ്ക്കൊക്കെ അവർ വിചാരിക്കുന്നത് എന്തിനാണ് ഈ ആത്മീയ ശാസ്ത്രമൊക്കെ പഠിക്കുന്നത്, അതൊന്നും ആവശ്യമില്ല, അതൊക്കെ വെറും അന്ധവിശ്വാസമാണ് എന്ന് വിചാരിക്കുകയും പലപ്പോഴും അതൊന്നും അതിനോട് ഒരു വിധത്തിലുള്ളതായ ആകർഷണവും ഇല്ലാതിരിക്കുകയും അതിനെ ഒരു കാര്യം നമ്മൾ തള്ളിക്കളയുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ആ തള്ളിക്കളയുന്നതായ കാര്യത്തെ വേണ്ടവണ്ണം പഠിച്ചിട്ട് വേണം തള്ളിക്കളയാൻ. ഇത് അങ്ങനെയൊന്നുമില്ലാതെ പൂർണ്ണമായിട്ടും ആ ആത്മവിദ്യയെ തള്ളിക്കളയണം നമ്മൾ. എന്താ ഈ ആത്മവിദ്യ വെച്ചാൽ നോക്കൂ, രണ്ട് വിദ്യകൾ. ഒന്ന് ഈ പ്രപഞ്ചത്തെക്കുറിച്ചിട്ടുള്ള അറിവ് വേണം. പ്രപഞ്ചത്തെക്കുറിച്ചിട്ടുള്ള അറിവുണ്ടാക്കണം. എന്തിന്? പ്രപഞ്ചത്തെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ ഈ പ്രപഞ്ചത്തെ നമുക്ക് സൗകര്യമായി ജീവിക്കുന്നതിനുള്ള ഒരു ആധാരമുണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് പല സൗകര്യങ്ങളും വേണം. ഈ സൗകര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഭൗതിക ശാസ്ത്രം പഠിക്കണം. പക്ഷെ എന്താ പ്രശ്നം? ഭൗതിക ശാസ്ത്രം പഠിച്ചു, നമ്മുടെ അടുത്ത് എല്ലാം ഉണ്ട്, പക്ഷേ നമ്മൾ അസ്വസ്ഥരാണ്. എല്ലാം ഉണ്ട് നമുക്ക്, പക്ഷെ ജീവിതത്തിന് അർത്ഥമില്ലാതായിത്തീരുന്നു, ജീവിതത്തിൽ പരസ്പരം സ്നേഹമില്ലാതായിത്തീരുന്നു, അല്ലേ, വിശ്വാസമില്ലാതായിത്തീരുന്നു. ജീവിതം കുറെ കഴിയുമ്പോഴേക്കും അതൊരു തരം അർത്ഥശൂന്യമായ ഒരു തലത്തിലേക്ക് പ്രവേശിക്കുന്നു. തദ്ഫലമായിട്ട് പലവിധങ്ങളായിരിക്കുന്ന മാനസിക പ്രശ്നങ്ങളിലേക്ക് അല്ലേ ആളുകൾ വീണു. എന്തുകൊണ്ടാണ് ഈ മദ്യവും മയക്കുമരുന്നും ഇത്രയത്രയും വർദ്ധിക്കാൻ കാരണം എന്താ? കുഞ്ഞുങ്ങൾക്ക് പോലും അവർക്ക് ദർ ഇസ് നത്തിങ് സബ്സ്റ്റാൻഷ്യൽ. നമ്മളീ പഠിപ്പിക്കുന്നതൊക്കെ അതൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു അവസ്ഥ മാത്രമേ ഉള്ളൂ. ഇതിനപ്പുറത്തുള്ളതായി ഒരിക്കലും നശിക്കാത്തതായ അവ്യയമായിരിക്കുന്ന ആനന്ദരൂപമായിരിക്കുന്ന ശാന്തിധാമമായിരിക്കുന്ന ആ ഉള്ളിലെ അറിവ്, അവനവനെ കുറിച്ചിട്ടുള്ള അറിവ്, അവൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശ്വരനെ കുറിച്ചിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ട് പലപ്പോഴും എന്ത് കിട്ടിയിട്ടും, ലോകത്തിലെ എന്ത് കിട്ടിയിട്ടും അവൻ തൃപ്തനായിത്തീരുന്നില്ല. ഇത് പണ്ട് തന്നെ കഠോപനിഷത്തിൽ പറയാണ്, നവിത്തേന തർപ്പണീയോ മനുഷ്യ. എത്ര ധനം കിട്ടിയാലും വേണ്ടില്ല, ഒരിക്കലും മനുഷ്യനെ വിത്തം കൊണ്ട് മാത്രം, അല്ലേ, വിത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാ സൗകര്യങ്ങളെ കൊണ്ട് മാത്രം അവനെ തർപ്പിക്കാൻ സാധ്യമല്ല, അവനെ സന്തുഷ്ടനാക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ആത്മാവിനെ അറിയുവാനുള്ള ത്വരയുണ്ട്, സത്യത്തെ അറിയുവാനുള്ള ആഗ്രഹം, ആകർഷണം ഓരോ മനുഷ്യഹൃദയത്തിലുമുണ്ട്. ഈ സത്യത്തെ, ഈ ശാന്തിയെ, ഈ സമാധാനത്തെ, ഈ പൂർണ്ണതയെ അറിയത്തിടത്തോളം കാലം പുറമേയുള്ള എന്ത് കിട്ടിയാലും മനുഷ്യൻ തൃപ്തനാവുകയില്ല. ഇത് എപ്പോഴും മഹാത്മാക്കളുടെ ഇതിൻ്റെ അർത്ഥം എന്തല്ല, പലപ്പോഴും ഇതിനെ കൂട്ടി പറഞ്ഞിട്ട് എന്ത് പറ്റുന്നു, പലപ്പോഴും നമ്മുടെ തലമുറ അല്ലെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണോ, അല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ വിചാരിക്കണേ ഈ അധ്യാത്മശാസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ എന്തോ സൂപ്പർസ്റ്റിഷൻസ് ആണ്, അത് നമുക്കുമായിട്ടൊരു ബന്ധമില്ല. അങ്ങനെയല്ല. എല്ലാം അറിയുമ്പോഴും എല്ലാവിധത്തിലുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ജീവിതാനുഭവങ്ങൾ അനുഭവിക്കുന്നത് ആരാ? ഞാനാണ്. അപ്പം ഈ എന്നെക്കുറിച്ചുള്ള അറിവില്ലാതെ വെറും പ്രപഞ്ചത്തെക്കുറിച്ചിട്ടുള്ള അറിവ് മാത്രമായിരിക്കുന്നിടത്തോളം കാലം ജീവിതം അപൂർണമായിരിക്കും. പറയാണ് ഭഗവാൻ ഇവിടെ, ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും. എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് അറിയണം. എങ്ങനെ? ശാസ്ത്രത്തിലൂടെ, ഗുരുക്കന്മാരിലൂടെ, മഹാത്മാക്കളുടെ ജീവിതത്തിലൂടെ അറിയണം. എന്താ അറിയേണ്ടത്? ഈ ജനിച്ചു മരിക്കുന്നതായ ശരീരത്തിനുപരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാറ്റങ്ങൾക്കും ആധാരമായിട്ട് സകല സുഖദുഃഖാത്മകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ ഈ കളികൾക്കപ്പുറമായിട്ട് സ്ഥിരമായി, മാറ്റമില്ലാത്തതായി, ധന്യമായി, ശാന്തമായൊരിടമുണ്ട് എന്ന് ആദ്യം അറിയണം. അതവിടെ പറഞ്ഞത് ജ്ഞാതും.
ഇനി അറിഞ്ഞാൽ മാത്രം പോരാ, അല്ലേ? മാൽഗോവ എന്ന് പറയുന്ന ഒരു പാമ്പഴം ഉണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രം പോരാ. എന്ത് ചെയ്യണം? അതിനെ കാണണം. അത് നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ തലങ്ങളിലേക്ക് വരണം. അതാണ് ദ്രഷ്ടു, അല്ലേ? ഇന്ദ്രിയങ്ങൾക്ക് സത്യത്തിൽ നമുക്ക്, അല്ലേ, നമ്മൾ ശരിക്കും ഭഗവാനെ ധ്യാനിക്കുകയും ഭഗവാന് വേണ്ടി ജീവിക്കുകയും ചെയ്താൽ നമ്മുടെ നേത്രങ്ങളെ കൊണ്ട് ഭഗവാന്റെ രൂപം കാണാൻ പറ്റും. ഇത് എത്രയോ മഹാത്മാക്കൾ അവരുടെ ജീവിതത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ്, അല്ലേ? അത് കുറൂരമ്മയാണെങ്കിലും എത്രയോ, അല്ലേ, അവരെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? ഭഗവാനെ നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ബുദ്ധിപരമായിട്ട് അറിഞ്ഞാൽ മാത്രം പോരാ, അത് നമ്മുടെ അനുഭവത്തിൻ്റെ തലങ്ങളിലേക്ക് എത്തണം. പിന്നെ ഞാൻ കണ്ടു, അല്ലേ, സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഗുരുവായൂരപ്പനെ ഞാൻ കണ്ടു, നല്ല കാര്യം. പക്ഷേ ഭാരതീയ ആധ്യാത്മികത അവിടെ അവസാനിക്കുന്നില്ല. ഈശ്വരനെ കണ്ടതുകൊണ്ട് മാത്രം ഈശ്വരൻ്റെ, അല്ലേ, നമ്മുടെ ആധ്യാത്മികത അവസാനിക്കുന്നില്ല. പിന്നെയോ പറയാണ് തത്വേന പ്രവേഷ്ടു. ഭഗവാനെ കണ്ടു, എന്നിൽ നിന്ന് ഭിന്നമായിട്ട് അതിസുന്ദരമായിരിക്കുന്ന ഭഗവാന്റെ രൂപത്തെ ഞാൻ കണ്ടു, കഴിഞ്ഞില്ല. അതും നമ്മൾ ശരിയാണ്, നമ്മൾ വലിയൊരു സ്ഥാനത്തെത്തി, പക്ഷെ കഴിഞ്ഞില്ല. എന്ത്? ഈ ഞാൻ കണ്ട ഈ ഈശ്വരൻ ആരാണ് എന്നറിഞ്ഞ് അവനവൻ്റെ ഹൃദയത്തിൽ അവൻ്റെ ശരിയായ സ്വരൂപമായി ഭഗവാനെ സാക്ഷാത്കരിക്കുന്നതോടുകൂടി മാത്രമേ നമ്മുടെ യാത്ര സമ്പൂർണമാവുന്നുള്ളൂ. ഇതാണ് ഭാരതീയ ഈശ്വര വീക്ഷണത്തിൻ്റെ ഒരു വ്യത്യാസം, അല്ലേ? നമ്മിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ഒരു രൂപം കണ്ടു, നന്നായി, പക്ഷേ അവിടെ തീരരുത്. ഇതാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവിടുന്ന് അത്യധികമായിരിക്കുന്ന സാധനകളിലൂടെ ശ്രീ മഹാകാളികയുടെ രൂപം കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാനിച്ചിരിക്കുമ്പോൾ ഹൃദയത്തിൽ കാണുന്നതല്ല. അദ്ദേഹത്തിന് സ്വന്തം മാംസചക്ഷുക്കളെ കൊണ്ട് ഭഗവതിയെ കാണാൻ പറ്റുമായിരുന്നു. ആ ക്ഷേത്രത്തിൽ നമ്മൾ ആരെങ്കിലും ദക്ഷിണേശ്വരത്ത് പോയിട്ടുണ്ടെങ്കിൽ അറിയാം, സത്യത്തിൽ ഈ തന്ത്രശാസ്ത്രത്തിലെ ഏറ്റവും ഘോര രൂപമാണ് ദക്ഷിണാകാളിക. തെക്കോട്ട് മുഖമാക്കിക്കൊണ്ട് ശിവന്റെ നെഞ്ചത്ത് ചവിട്ടി നിൽക്കുന്ന അതിഘോര രൂപമാണ് ദക്ഷിണകാളിക എന്ന് പറയുന്നതായിട്ടുള്ള സങ്കല്പം. പക്ഷേ നമുക്കിപ്പോൾ ദക്ഷിണേശ്വരത്ത് പോയി ദേവിയെ കണ്ടാൽ അതിസുന്ദരിയാണ് ഭഗവതി. മറ്റേ സൗമ്യരൂപങ്ങളെക്കാൾ അതിസുന്ദരിയായിട്ട് നമുക്ക് തോന്നും. എന്തുകൊണ്ട്? അതാണ് സാധകന്റെ സിദ്ധി. ശ്രീരാമകൃഷ്ണദേവനെ പോലെയുള്ളൊരു സാധകൻ ആ ഭഗവതിയെ എന്ത് ചെയ്തു? വെറുതെ ഒരു വിഗ്രഹമായിട്ടല്ല, സാക്ഷാൽ സ്വരൂപത്തോടെ ആരാധിച്ച് പ്രത്യക്ഷപ്പെടുത്തി. ഭഗവാന് കാണാമായിരുന്നു. രാത്രി അതിൻ്റെ മുകളിൽ ഈ ദേവിയുടെ വിഗ്രഹ പ്രതിഷ്ഠയുടെ മുകളിൽ ഒരു ഭഗവതിക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ബെഡ്റൂമൊക്കെ ഉണ്ട്. അതിൻ്റെ ചുറ്റും ഇങ്ങനെ വരാന്തയുണ്ട്. ആ വരാന്തയിൽ കൂടെ തൻ്റെ നീളമേറിയ മുടി അഴിച്ചിട്ടിട്ട് ഭഗവതി ഇങ്ങനെ ഉലാത്തുന്നത് നഗ്നനേത്രങ്ങളെ കൊണ്ട് അവിടത്തേക്ക് കാണാൻ പറ്റുമായിരുന്നു. ജ്ഞാതും ദ്രഷ്ടും. പക്ഷേ അവിടെ തീർന്നില്ല. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തോതാപുരി എന്ന് പറയുന്ന ഗുരു വരുന്നതും അദ്ദേഹത്തെ അധ്യാത്മ സാധന പഠിപ്പിക്കുന്നതും വേദാന്ത സാധന പഠിപ്പിക്കുന്നതും. അപ്പോൾ അദ്ദേഹത്തിന് ശ്രീരാമകൃഷ്ണദേവൻ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ മനസ്സ് ഈ ഭൃഗുടി ഈ അജ്ഞാചക്രം വരെ എത്തും. ആ അജ്ഞാചക്രത്തിൽ ഭദ്രകാളിയുടെ തൻ്റെ ഇഷ്ടദേവതയുടെ മനോഹരമായ രൂപം തെളിയും. അതോടുകൂടെ മനസ്സവിടെ സ്തബ്ധമായി തീരും. അപ്പം അവിടെ ഒരു ചില്ലുകൊണ്ട് അമർത്തിയിട്ട് ഭഗവാൻ ഗുരു പറയാണ്, ജ്ഞാനാസി കൊണ്ട്, അല്ലേ, നീയും ഇതും വേറെയല്ല എന്ന അനുഭവമാകുന്ന ജ്ഞാനത്തിൻ്റെ അസി കൊണ്ട് എപ്പോഴാണോ ആ ഭദ്രകാളിയുടെ രൂപത്തെയും മുറിച്ച് അപ്പുറം പോവാൻ സാധിക്കുന്നത്, അതാണ് തത്വേന പ്രവേഷ്ടും. അപ്പോ ഈ നാമരൂപങ്ങൾക്കപ്പുറമുള്ള സത്തയായ നമ്മുടെ ആത്മാവായ ഈശ്വരനെ അറിയൽ. ജ്ഞാതും ദ്രഷ്ടും തത്വേന പ്രവേഷ്ടും. എങ്ങനെയാ പറ്റുക? ഇതിനൊക്കെ എന്താണ് ആധാരം? പറയണോ? ഭക്ത്യാതു. എന്നുള്ള വഴി എന്താണ്? അനന്യയാ ഭക്ത്യ. എപ്പോഴാണോ നമുക്ക്
നമ്മൾക്ക് അനന്യഭക്തി ഉണ്ടാകുന്നത് എന്താ? അനന്യഭക്തി വെച്ചാൽ വേറൊന്നിലുമല്ലാതെ ഭഗവാനിൽ തന്നെ, വേറെ ഒന്നിനും അല്ലാതെ, ഒന്നിലും അല്ലാതെ, രണ്ടിലും അല്ലേ? ഭഗവാനെ ഭജിക്കുന്നത് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ബിക്കോസ് ഐ ലവ് ഹിം, ലവ് ഫോർ ലവ് സേക്ക്. ഭഗവാനോട് അല്ലേ ആ പരമമായ പ്രേമം, അതാണ് പ്രഹ്ലാദൻ നമുക്ക് പഠിപ്പിച്ചത്. പ്രഹ്ലാദനോട് ഭഗവാൻ പറഞ്ഞു, നീ എന്നോടല്ലേ ആ ഭയങ്കര രൂപത്തിലാണ്, പക്ഷെ അതൊക്കെ ആ പ്രഹ്ലാദനെ കണ്ടപ്പോൾ എന്ത് പറ്റി? അവിടുത്തെ അങ്ങനെ വിറഞ്ഞുകൊണ്ടിരുന്നതായിട്ടുള്ള, ലോകം മുഴുവൻ വിറപ്പിച്ചുകൊണ്ടിരുന്നതായ നരസിംഹസ്വാമി ശാന്തനായി തൻ്റെ മടിയിലുണ്ടായിരുന്ന ഈ ഇതൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് കയറ്റിയിരുത്തി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകനെ, നീ എന്തു വേണമെങ്കിൽ ചോദിച്ചോളൂ, എന്തു വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ നിനക്ക് നൽകാം. അപ്പോൾ ആ ശിശു പറയാണ്, ഭഗവാനെ, ഞാനൊരു കച്ചവടക്കാരനല്ല. അങ്ങേക്ക് തെറ്റിപ്പോയി. എന്തേ? ഞാനൊരു കച്ചവടക്കാരനല്ല. എന്നുവെച്ചാലോ, ഞാൻ എൻ്റെ പ്രേമം അങ്ങേക്ക് തരും, അങ്ങ് അതിന് പകരമായിട്ട് എന്തെങ്കിലും എനിക്ക് തരും, അത് കച്ചവടമാണ്. ഞാൻ ഭഗവാനെ, എനിക്ക് ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, എനിക്ക് അനന്യഭക്തി ഉണ്ടാകുമാറാകണേ. ഞാൻ ഭഗവാനിൽ നിന്നൊന്നും കാക്ഷിക്കാതെ ഇരിക്കണേ. ഞാൻ പറഞ്ഞു, ഇതൊരു സ്വാഭാവികമായ നിലയാണ്. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാനോട് ചോദിക്കണം. പക്ഷേ പതുക്കെ പതുക്കെ നമ്മളൊരു സ്ഥലത്തിലെത്തും. എന്തു ചോദിക്കാൻ? ഭഗവാൻ അറിയാത്തതായിട്ട് ലോകത്ത് എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ പൂർവവും അല്ലെ എൻ്റെ പ്രാരബ്ധങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ആവശ്യങ്ങളൊക്കെ ഭഗവാൻ അറിയാം. ഭഗവാനെ, അതിലെന്താണോ എനിക്ക് ഭഗവാനിലേക്ക് അടുക്കുവാൻ സഹായകരമായിരിക്കുന്നത് അത് നൽകി അനുഗ്രഹിക്കണേ. അതുപോലും പ്രാർത്ഥിക്കേണ്ടതില്ല എന്നാണ്. അതുമാതിരി എപ്പോഴാണോ അനന്യഭക്തി, അല്ലേ, ഭക്ത്യാതു അനന്യയാ, ഒന്നിനും വേണ്ടിയല്ലാത്ത ഭക്തി. ഒന്ന്. രണ്ടെന്താണ്? നമ്മുടെ ഭക്തി പലപ്പോഴും എങ്ങനെയാ? നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് മറ്റ് പല കാര്യങ്ങളും നോക്കി, ഇനി ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ ഭഗവാൻ കൂടെ സഹായിച്ചോട്ടെ എന്നാണ്. അനന്യഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനിൽ സകലവും സമർപ്പിച്ചുകൊണ്ടുള്ള ഭക്തിയല്ല. പിന്നെയോ പല കാര്യങ്ങളും ചെയ്യും, പിന്നെ ഭഗവാൻ കൂടെ ആയിക്കോട്ടെ, അങ്ങനെയല്ല. ഇതെന്താ അനന്യഭക്തി? ഭഗവാൻ തന്നെയാണ് നമ്മുടെ മാതാവും പിതാവും ഗുരുവും എന്നറിഞ്ഞ്, അല്ലേ, ഭഗവാൻ തന്നെ, ഭഗവാനിൽ സമ്പൂർണമായി ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ മാത്രം പ്രേമിച്ചുകൊണ്ടുള്ളതായ ആ ഭക്തി, ആ ഭക്ത്യാതു അനന്യയാ ശക്യ. പറയാണ് ഭഗവാൻ 11-ാം അധ്യായത്തിൻ്റെ അവസാനമാണ്. ആ വിശ്വരൂപ ദർശനമൊക്കെ കണ്ടു കഴിഞ്ഞു. എന്നിട്ട് പറയാ, എൻ്റെ അർജുന, ഇത് ശാസ്ത്രം പഠിച്ചതുകൊണ്ടോ വലിയ ആളായതുകൊണ്ടോ ഒന്നും കാര്യമില്ല. എന്നിൽ ഈ അനന്യഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാന്റെ ഈ വിശ്വരൂപാദികളെ, ഭഗവാന്റെ അലൗകികമായ രൂപത്തെ ഒക്കെ നമുക്ക് കാണുവാനും അറിയുവാനും അതിലേക്ക് പ്രവേശിക്കുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ അനന്യഭക്തി, ഭഗവാനിൽ വിശ്വസിക്കുക, എന്നിട്ടോ ഭഗവാനിൽ വിശ്വസിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തിന്, പ്രേമത്തിന് വേണ്ടി മാത്രം ഭഗവാനെ പ്രേമിക്കുന്നതായൊരു സമയം, ആ സമയത്ത് നമ്മുടെ ഉള്ളിലെ പല 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 വാതിലുകൾ, നമ്മുടെ പല പല സംശയങ്ങൾ അത് സ്വയമേ ഇല്ലാതായി അവിടെ സദാ ലസിച്ചുകൊണ്ടിരിക്കുന്നതായ ഉണ്ണികൃഷ്ണൻ, അല്ലേ, ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ നർത്തനം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ശരി, അങ്ങ് പറഞ്ഞതൊക്കെ വലിയ കാര്യമായി. പക്ഷെ എങ്ങനെയാണ് ഭഗവാനെ ഈ അനന്യഭക്തി ഉണ്ടാവുക? മനസ്സിലായി. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ അറിയണം, ജ്ഞാനം. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? കാണണം. അറിഞ്ഞാലും കണ്ടാലും മാത്രം പോരാ, നമുക്കതിനെ അതായിട്ടൊന്നായിത്തീരണം. ശരി, അതിനെന്താ വഴി? അനന്യഭക്തി ഉണ്ടാവണം അർജുന. ശരി, എങ്ങനെ അനന്യഭക്തി ഉണ്ടാവുക ഭഗവാനെ? ഭഗവാൻ പറയാണ്, മത്കർമ്മ കൃത് മത്പരമഃ മദ്ഭക്തഃ സംഗവർജിതഃ നിർവൈരഃ സർവഭൂതേഷു യഃ
സമാമേതി പാണ്ഡവ. പറയാണ് എങ്ങനെയാ നമുക്ക് ഈ ഇവർ പറയുന്നതായിട്ടുള്ള അനന്യഭക്തിയൊക്കെ ഉണ്ടാവുക? ഞാൻ പറയണു മത് കർമ്മകൃത്. എവിടുന്നാ നമ്മൾ ആരംഭിക്കേണ്ടത്? നമ്മുടെ കർമ്മങ്ങളിൽ നിന്നാണ്, നമ്മുടെ പ്രവൃത്തികളിൽ നിന്നാണ്. അല്ലേ? നമുക്ക് നമ്മുടെ പ്രവൃത്തികളുണ്ട്, അതൊന്നും വിട്ട് ഓടിപ്പോവാനൊന്നും അല്ല പറയണത്. അല്ലേ? കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക. എങ്ങനെ ചെയ്യുക? മത് കർമ്മകൃത്. ഇതൊക്കെ എൻ്റെ ആരാധനയാണ് എന്ന ഭാവത്തിൽ ചെയ്യുക. നമ്മുടെ വീട്ടിൽ രാവിലെ എഴുന്നേറ്റു, അല്ലേ? അടിച്ചുവാരി തുടച്ചു, ഭക്ഷണം ഉണ്ടാക്കി, പിന്നെ ഓഫീസിൽ പോയി, ഓഫീസിലെ പല കാര്യങ്ങളും നടത്തി, അല്ലേ? തിരിച്ചു വന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല 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 കർമ്മങ്ങൾ, അത് കുടുംബത്തിൻ്റെ തലത്തിലായിരിക്കും, ചിലപ്പോൾ സമൂഹത്തിൻ്റെ തലത്തിലായിരിക്കും, ചിലപ്പോൾ രാഷ്ട്രത്തിൻ്റെ തലത്തിൽ, അല്ലേ? പലതരത്തിലുള്ള കർമ്മങ്ങൾ നമുക്കൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം പറയാണ് ഭഗവാൻ. മത് കർമ്മകൃത്. എവിടുന്ന ആരംഭിക്കേണ്ടത് നമ്മുടെയൊക്കെ ആത്മീയ ജീവിതം? ഈശ്വരാർപ്പിതമായിരിക്കുന്ന കർമ്മത്തിലൂടെയാണ്. ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം ചിത്തശോധകം മുക്തിസാധകം. ഇതിനെയാണ് കർമ്മയോഗം എന്ന് പറയാം. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ കർമ്മം ചെയ്യലല്ല. എന്തൊരു കർമ്മവും അത് ഭഗവാന്റെ ആരാധനയാണ് എന്ന ഭാവത്തോടുകൂടി, ഞാൻ ഭഗവാന്റെ വെറുമൊരു ഉപകരണമാണ് എന്ന സമർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യലാണ് കർമ്മയോഗം. അതവിടെ പറഞ്ഞത് മത് കർമ്മകൃത്. എല്ലാ കർമ്മങ്ങളും എനിക്ക് വേണ്ടി ചെയ്യുക, അല്ലെങ്കിൽ എന്നെ നിമിത്തമാക്കി ചെയ്യുക. എന്താണെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്തും ഇത് ശ്രീ ഭഗവാന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ എന്ത് കർമ്മം ചെയ്യുന്നതും, അത് നിത്യകർമ്മമോ നൈമിത്യകർമ്മമോ വൈദിക കർമ്മമോ അല്ലെ ലൗകിക കർമ്മമോ എന്ത് കർമ്മമാവട്ടെ, അത് മത് കർമ്മകൃത്, ഭഗവാന് സമർപ്പിച്ച് ചെയ്യുക. അപ്പോഴോ പറയാണ് പരമഹ. ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഭഗവാനാണ് നമുക്ക് പരമമായിരിക്കുന്ന ആശ്രയം. ഞാൻ ഈ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാനെ സന്തോഷിപ്പിക്കാനാണ്, അല്ലേ? ഭഗവാനാണ് എനിക്ക് ദി അൾട്ടിമേറ്റ് ഗോൾ, അല്ലേ? എൻ്റെ ജീവിതത്തിൻ്റെ ആധാരം, എൻ്റെ ലക്ഷ്യം അവിടുന്നാണ് എന്ന ഭാവത്തോടെ വേണം കർമ്മങ്ങളൊക്കെ ചെയ്യാൻ. മത് കർമ്മകൃത്. പറയണു മത് പരമഹ. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഈശ്വര സാക്ഷാത്കാരമാണെന്ന് നമുക്ക് തോന്നണം. എന്നിട്ട് മദ്ഭക്ത. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിൽ ഭക്തി വളർത്തണം, എന്നിൽ പ്രേമം വളർത്തണം, അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭക്തിയുടെ പദത്തിൽ ഭഗവാനുമായി നമുക്കൊരു സംബന്ധമുണ്ടാകണം, നമുക്കൊരു ബന്ധമുണ്ടാക്കണം. നമുക്കൊരു വെറുതെ ഒരു എന്തോ ഒരു സാധനം, അങ്ങനെ അമ്പലത്തിലിരിക്കുന്ന ഒരാൾ അവിടെ എന്താ വിളക്ക് എടുത്താണോ കൃഷ്ണൻ ഇരിക്കുന്നതെന്നൊക്കെ തോന്നുന്നത്, അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യണം? നമ്മളും ഭഗവാനും തമ്മിൽ ഒരു ബന്ധമുണ്ടാവണം, അല്ലേ? അത് ഏത് ബന്ധമാവാം, പരമപ്രേമം ഉണ്ടായി തുടങ്ങണം ഭഗവാനോട് നമുക്ക്. അങ്ങനെ മത്കർമ്മകൃത് മത്പരമഃ മദ്ഭക്തഃ. എന്നിട്ടോ സംഘവർജിതഃ. ഈ ലോകത്തോടുള്ള സംഘം ഉപേക്ഷിക്കണം. ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പേടിയാവും. അയ്യോ, ലോകത്തോടുള്ള സംഘമൊക്കെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊക്കെ എന്താ ഒരു അവസ്ഥ? ഒരു പ്രശ്നമില്ല. സംഘവും സ്നേഹവും വേറെയാണ്. സ്നേഹം വിടാനല്ല പറയണത്, സംഘം വിടാനാണ് പറയണത്. എന്താ സംഘം പറഞ്ഞ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. സംഘം എന്ന് വെച്ചാൽ അറ്റാച്ച്മെൻറ്റ്. എനിക്ക് സുഖമുണ്ടാക്കാൻ ഇതൊക്കെ വേണം എന്നുള്ള ചിന്ത. ഇതുകൊണ്ടാണ് എനിക്ക് സുഖമുണ്ടാകുന്നത് എന്ന ചിന്ത കൊണ്ട് എൻ്റെ മനസ്സ് ആ വസ്തുവുമായിട്ട്, ആ വിഷയവുമായിട്ട്, ആ വ്യക്തിയുമായിട്ട് എന്ത് ചെയ്യണു? ഒരുതരം അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, ഒരുതരം ആശ്രയത്വം ഉണ്ടാവും. ഈ ആശ്രയത്വം ഉണ്ടാവുന്നതോടുകൂടി എന്തു ചെയ്യും? സ്നേഹമൊക്കെ പതുക്കെ പതുക്കെ മാറി തുടങ്ങും. എന്തുകൊണ്ട്?
നോക്കൂ, എന്താണ് സ്നേഹവും എന്താണ് ആശ്രയത്വവും നമ്മൾ വ്യത്യാസം? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലവ് ആൻഡ് അറ്റാച്ച്മെൻറ്റ്? പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നു അറ്റാച്ച്മെൻ്റ് ആണ് പ്രേമം എന്ന്. അങ്ങനെയല്ല. നമ്മൾ പറയണു, നാരദൻ പറയാണ്, എന്താണ് സ്നേഹം? തത് സുഖസുഖിത്വം. എന്താണ് പ്രേമം? തത് സുഖസുഖിത്വമാണ്. ഞാനിപ്പോൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ സുഖം എൻ്റെ സുഖമായി തീരലാണ് സ്നേഹം, അല്ലേ? ഇപ്പോൾ ഈ ലോകത്തും ഒരു രണ്ടാളുകൾ തമ്മിൽ സ്നേഹിക്കുന്ന സമയം, ഓക്കെ, ആ സ്നേഹിക്കുന്ന സമയത്ത് എന്താണ് പ്രധാനമായ ചിന്ത? എങ്ങനെയാണ് തൻ്റെ പ്രിയതമന് അല്ലെങ്കിൽ തൻ്റെ പ്രിയതമയ്ക്ക് സന്തോഷമുണ്ടാക്കാൻ പറ്റുക? അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇവർ കായേന മനസാ വാചാ പ്രവർത്തിക്കും, അല്ലേ? തൻ്റെ പ്രിയതമന് അല്ലെങ്കിൽ തൻ്റെ പ്രിയതമയ്ക്ക് സന്തോഷമുണ്ടാകണം എന്ന് വെച്ചിട്ട് നമ്മൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ പ്രവർത്തിക്കും. അപ്പോൾ എപ്പോഴും എന്താ ചിന്തിക്കുന്നത്? അദ്ദേഹത്തിന് എങ്ങനെ സുഖം കൊടുക്കാം എന്നാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴോ അതെല്ലാം മാറിമറയും, അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ സുഖത്തിന് വേണ്ടി അയാളെ സ്നേഹിക്കാൻ തുടങ്ങും. ഹേയ്, ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിട്ട് നിങ്ങൾക്കത് ഓർമ്മയൊന്നില്ലേ? അല്ല, ഞാൻ അല്ലേ, എൻ്റെ സുഖത്തിനാണ് നീ എന്ന് തോന്നുമ്പോൾ അത് അറ്റാച്ച്മെൻറ്റ്, അല്ലേ? നിന്റെ സുഖത്തിനാണ് ഞാൻ എന്ന് തോന്നുമ്പോൾ പ്രേമം. പറയാണ് ഭഗവാൻ ഇവിടെ എന്ത് ചെയ്യണം? ഈ മത്കർമ്മകൃത് മത്പരമഃ മദ്ഭക്തഃ. എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ സന്തോഷം നമ്മുടെ സന്തോഷമായി തീരുന്നത്, അല്ലേ? എന്താ ഈ ഭഗവാന്റെ സന്തോഷം വെച്ചാൽ? നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഭഗവാൻ. ആരാ ഭഗവാൻ? എവിടെയാ ഭഗവാൻ? ഈശ്വരഃ സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. അല്ലയോ അർജുന, എല്ലാ ജീവന്മാരുടെയും ഹൃദയത്തിലാണ് ഭഗവാൻ നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞു ഭഗവാൻ, അല്ലേ? അങ്ങനെ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലിരിക്കുന്ന ഭഗവാന്റെ സന്തോഷമാണ് എന്താ? ഭഗവാന്റെ സന്തോഷം. അല്ലാതെ ലോകത്തെ, അല്ലേ, എല്ലാവരെയും പുച്ഛിച്ചുകൊണ്ടും അവരെ നിന്ദിച്ചുകൊണ്ടും അവരെ നശിപ്പിച്ചുകൊണ്ടും ഒന്നും ഒരിക്കലും ഭഗവാനിൽ ശരിയായ പ്രേമം വളർത്താൻ നമുക്ക് സാധ്യമല്ല. അതാണ് പറഞ്ഞത് മത്കർമ്മകൃത് മത്പരമഃ മദ്ഭക്തഃ സംഘവർജിതഃ. ലോകത്തോടുള്ള സംഘത്തിൽ, വീണ്ടും പറയണു, ലോകത്തെ പ്രേമിക്കരുതെന്നോ ലോകത്തെ സേവിക്കരുതെന്നോ അല്ല ഭഗവാൻ പറയുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ സാഫല്യം, എൻ്റെ ജീവിതത്തിലെ സുഖം ഈ ലോകത്തിൽ നിന്നാണ് വരുന്നത് എന്ന ഡിപ്പെൻഡൻസി, ആശ്രയത്വമുണ്ടായാൽ നമുക്കൊരിക്കലും ലോകത്തിൻ്റെ പിടിയിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. ഒരിക്കലും നമ്മുടെ മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ ലയിക്കാൻ സാധ്യമല്ല. അല്ല, അങ്ങനെയൊന്നുമല്ല സ്വാമിജി, നമ്മളൊക്കെ ലോകത്ത് ജീവിക്കുന്നില്ലേ? അതുണ്ട് ഇതുണ്ട്. അതുണ്ട് ഇതുണ്ട്, ശരിയാണ്. പക്ഷെ അവിടെ ഈ അതിനോടൊപ്പമുള്ള ഭഗവത് പ്രേമം അതൊരു വ്യാപാരമാണ്. നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകണം. അത് നമുക്കറിയാം, നമ്മളെക്കൊണ്ട് മുഴുവൻ പറ്റില്ല. ചില കാര്യങ്ങളുണ്ട്, അതിനൊക്കെ എന്ത് വേണം? ഭഗവാൻ വേണം, അല്ലേ? അപ്പോൾ ചില കാര്യങ്ങളൊക്കെ രാവിലെ ഞങ്ങൾ യാത്രയ്ക്ക് പോവുകയാണ്, ഭഗവാനെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. നമ്മൾ പോകുന്ന സമയത്ത് ഈ ഓടിക്കുന്ന ഡ്രൈവർക്ക് കണ്ണും കാണലൊന്നും ഇല്ലാത്ത മനുഷ്യനാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാക്കല്ലേ ഭഗവാനെ. വന്നു കഴിഞ്ഞാൽ 51 ഉറുപ്പ്യ തരാം എന്ന് വെച്ചിട്ടുണ്ട് അവിടെ. അല്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതും ശരി തന്നെയാണ്. പക്ഷേ അതെന്താ? പലതിൻ്റെ ഒപ്പം ഒന്നാണ് ഭഗവാൻ. ലോകത്തിൽ പല 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 വിഷയങ്ങളുണ്ട്, അതിൻ്റെ ഒപ്പം ഭഗവാനും ഒരു കുഴപ്പമില്ല. അവരാണ് മൂന്ന് തലത്തിലെ. നമ്മളിവിടെ പറയുന്നത് എന്താ? എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം ഭഗവാനായി തീരുന്നത്, ഭഗവാനോടുള്ള പ്രേമമായി തീരുന്നത്, അപ്പം എന്ത് പറ്റണോ? അപ്പം ഇതൊക്കെ മാറിമറിഞ്ഞ് വേറൊരു തലത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. അതാ പറഞ്ഞത് മത്കർമ്മകൃത് മത്പരമഃ മദ്ഭക്തഃ സംഘവർജിതഃ. പിന്നെ നിർവൈര സർവഭൂതേഷു. ഈ ലോകത്തിലുള്ള ഒരു വസ്തുക്കൾ, ഒരാളോടും ഒരു വസ്തുവിനോടും ഒരു വ്യക്തിയോടും വൈരമുണ്ടാകാതിരിക്കുക. എന്തുകൊണ്ട്?
നമുക്ക് ഒരാളോട് വൈരമുണ്ടായാൽ ഒന്നാമത്തെ കുഴപ്പം, നമ്മുടെ മനസ്സ് ഭഗവാനിൽ നിന്നെല്ലാം വിട്ട് ആ വ്യക്തിയെ തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം അല്ലേ, നമ്മളൊരാളെ സ്നേഹിക്കുന്ന ഒരാളെക്കാൾ കൂടുതൽ നമ്മൾ ഓർക്കുന്നത് നമുക്ക് ദേഷ്യമുള്ള ആളോടാ. ആരോടാണോ സ്നേഹിക്കുന്ന ആളെ വല്ലപ്പോഴും ഓർക്കും, പക്ഷെ ദേഷ്യമുള്ള ആളെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയാണ് ഈ കംസന് ഗതി കിട്ടിയത്. കംസൻ കൃഷ്ണനെക്കുറിച്ച് അതായത് ശത്രുഭാവത്തിൽ ദേഷ്യം, എങ്ങനെയെങ്കിലും ഇയാളെന്നെ എന്നെ അശ്ലീലം ഉണ്ടായിട്ടുണ്ട്, എന്താണ് നിൻ്റെ മരുമകൻ്റെ കയ്യിൽ നിന്ന് തന്നെ നിനക്ക് മോക്ഷം കിട്ടുന്നു. അതുകൊണ്ട് മനസ്സിൽ വലിയ ഭീതിയോടുകൂടി കൃഷ്ണനെ തന്നെ ആലോചിച്ചുകൊണ്ടാണ് അത്രേ. അപ്പം അങ്ങനെ അവസാനമൊക്കെ ആയപ്പോഴേക്കും ആളാകപ്പാടെ ചടച്ചുപോയി എന്നാണ് പറയണേ. അതെന്താ കംസൻ ചടച്ചത്? ഭക്ഷണമൊന്നും കിട്ടാണ്ടാണോ? അല്ല, എന്താണ്, എന്ത് ചെയ്യുമ്പോഴും എന്തെടുക്കുമ്പോഴും അവിടെയൊക്കെ കൃഷ്ണൻ്റെ മുഖമാണത്രേ. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് എടുത്താൽ അവിടെ കൃഷ്ണൻ ഉടനെ വലിച്ചെറിയും. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉരുള എടുത്താൽ അതിലും കൃഷ്ണൻ്റെ മുഖം. പറയാണ് എന്തുകൊണ്ടാണ് വൈരം? നമുക്ക് ആരോടെങ്കിലും വലിയതായ ദേഷ്യം, വൈരാഗ്യമുണ്ടായാൽ അയാളെക്കുറിച്ച് നമ്മുടെ മനസ്സെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. അപ്പോഴോ നമ്മുടെ മനസ്സ് ഭഗവാനിൽ നിന്ന് വിമുഖമായി തീരും. പറയാണ് നിർവൈര സർവഭൂതേഷു, ഒരു ഭൂതങ്ങളിലും വൈരമില്ലാതെ രാഗദ്വേഷങ്ങളാൽ കെട്ടപ്പെടാതെ ആരാണോ ഇരിക്കുന്നത് അവൻ സഹമാമേതി, അവനെന്ത് ചെയ്യും? എന്നെ പ്രാപിക്കും. ഇത് സത്യം, ഇത് ഭഗവാൻ നമുക്ക് നൽകുന്നതായിരിക്കുന്ന പ്രതിജ്ഞയാണ്. യഹ, ആരാണോ ഇപ്രകാരം ജീവിക്കുന്നത്, സഹ മാം ഏതി, അവൻ എന്നെ പ്രാപിക്കും, എന്നിൽ അലിഞ്ഞൊന്നായിത്തീരും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോക, 11-ാം അധ്യായം, അതായത് വിശ്വരൂപ ദർശനത്തിൻ്റെ ചരമശ്ലോക. ആചാര്യസ്വാമികൾ, ഭഗവാൻ ആദിശങ്കരാചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിന് വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു വ്യാഖ്യാനം എഴുതുന്നുണ്ട്. അവിടെ പറയാണ്, ഈ ശ്ലോകം സർവഗീതാർത്ഥ സാരസംഗ്രഹമാണത്രേ. ഗീതയിൽ എന്തെല്ലാം വിഷയങ്ങൾ നമുക്ക് അവതരിപ്പിച്ചിട്ടുണ്ടോ ആ വിഷയങ്ങളുടെ എല്ലാം സാരസംഗ്രഹമാണെന്നാണ് പറയുന്നത്. എന്താ ഈ ഒരൊറ്റ ശ്ലോകം? എന്താണ് ശ്ലോകം? മത്കർമ്മ കൃത് മത്പരമഃ മദ്ഭക്തഃ സംഗവർജിതഃ നിർവൈര സർവഭൂതേഷു യഃ സമാമേതി പാണ്ഡവ. അപ്പോൾ ഇനി അടുത്ത 12-ാം അധ്യായത്തിൽ ഭഗവാൻ ഇതിനെ ഒന്നുകൂടെ വ്യാഖ്യാനിക്കുകയാണ്. മയ്യാവേശ്യമനോ യേ മാം നിത്യയുക്താ ഉപാസത്തെ ശ്രദ്ധയാ പരയോപേതാഃ തേ മേ യുക്തതമാ മതാഃ. എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, മനസ്സ് എന്നിലേക്ക് അർപ്പിക്കൂ, എന്നെ തന്നെ ആശ്രയിക്കൂ? ഇതെങ്ങനെയാ പറ്റുക? പറയാണ്, നിത്യയുക്തന്മാരായി. നമുക്ക് വല്ലപ്പോഴൊക്കെ നമുക്കും പറ്റും അല്ലേ? നമ്മളിങ്ങനെ മഹാത്മാക്കളുടെ പ്രഭാഷണം കേട്ടിരിക്കുമ്പോൾ തോന്നും, ശരിയാട്ടോ, ഇനി ഭഗവാൻ തന്നെയുള്ളൂ നമുക്ക്. പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേക്കും അതൊക്കെ മറന്നു പോകും നമ്മൾ. പറയാണ്, നിത്യയുക്തന്മാരായിട്ട് എപ്പോഴാണോ നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് പോകുന്നത്, പരയാ ശ്രദ്ധയാ ഉപേതാഹ, ഈ യാത്രയിൽ നമുക്കുള്ള ഒരു ഊന്നുവടി എന്താ? പരയായ ശ്രദ്ധയാണ് അല്ലേ? നോക്കൂ, നമ്മളോട് ചോദിക്കണു, നിങ്ങൾ ഈശ്വരനുണ്ടെന്നൊക്കെ പറയണു, തെളിവെന്താ? ഈശ്വരനുണ്ട് എന്നതിന് തെളിവെന്താ? നൈയായികന്മാർ പറയാണ്, തെളിവൊക്കെ തരാം, തെളിവ് തന്നു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ? ആദ്യം തെളിവ് തരൂ. പറയണു, ഇവിടെ അചേതനമായിരിക്കുന്ന അനേകം വസ്തുക്കളുണ്ട് അല്ലേ? പല വസ്തുക്കളുണ്ട്. ഈ മൈക്കുണ്ട്, ഈ ഗ്ലാസ് ഉണ്ട്, എല്ലാം ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട്. ഗ്ലാസ് ഇതൊക്കെ എങ്ങനെ ഉണ്ടായതാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല, ഇപ്പോൾ ഒരു ചെയറുണ്ട് ഇവിടെ ഇല്ലേ? ഈ ചെയർ വെറുതെ എങ്ങനെ ഉണ്ടാവുമോ? ഇല്ല. ചെയറുണ്ടാക്കണമെന്ന ആഗ്രഹമുള്ള ഒരാൾ, ചെയറുണ്ടാക്കാൻ അറിവുള്ള ഒരാളെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ് ചെയർ അല്ലേ?
ഈ കാണാകുന്ന പ്രപഞ്ചത്തിൽ ഏത് വസ്തു എടുത്തോളൂ, നമ്മുടെ വസ്തുക്കളൊക്കെ എടുത്തോളൂ, ഇതൊക്കെ വെറുതെ ഉണ്ടായോ? ഇല്ല. ഇച്ഛാജ്ഞാനക്രിയാശക്തികൾ, 3 ശക്തികൾ. ഇച്ഛ, ഉണ്ടാക്കണമെന്ന ആഗ്രഹം, അത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള അറിവ്, ആ ഉണ്ടാക്കുന്ന പ്രവൃത്തി, ഇത് 3ഉം ചേരുമ്പോഴേ ഈ ലോകത്തെ ഏതൊരു വസ്തു ഉണ്ടാവുന്നുള്ളൂ. അങ്ങനെയാണോ? അതെ. അങ്ങനെയെങ്കിൽ പറയൂ, ഈ ലോകത്തിലെ അണ്ടകടാഹങ്ങൾ, അല്ലേ, എത്രയോ ജീവന്മാരും ജഗത്തും എത്രയോ വസ്തുക്കളും പിന്നെന്താ പറയുക, സൂര്യന്മാരും ചന്ദ്രന്മാരും ഒക്കെ ഉള്ളതായ ഈ പ്രപഞ്ചം അതെങ്ങനെ ഉണ്ടായി? അതങ്ങനെ ഉണ്ടായി. ഈ ഒരു ഗ്ലാസ് ഇച്ഛാജ്ഞാന ക്രിയാശക്തികളുള്ള ഒരാളെ കൊണ്ടല്ലാതെ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ ഈ കാണാകുന്ന പ്രപഞ്ചം വെറുതെ ഉണ്ടാവുമോ? പറയാണ്, നഗസാഗരാധികം സകർത്തൃകം കാര്യത്വാത് ഘടവത്. നൈയായികന്മാർ പറയണു, ഈ ലോകത്ത് ഒരു വസ്തുവും ജസ്റ്റ് അങ്ങനെ ഉണ്ടാവണില്ല. നഗസാഗരാധികം സകർത്തൃകം. നോക്കൂ, അങ്ങനെ ഇരിക്കെ ഈ പർവ്വതങ്ങളും സാഗരങ്ങളും ഗ്രഹങ്ങളും അടങ്ങുന്ന ഈ പ്രപഞ്ചം എങ്ങനെ വെറുതെ ഉണ്ടായി എന്ന് പറയാൻ പറ്റും? ഇതെല്ലാം എന്താണ്? നഗസാഗരാധികം സകർത്തൃകം, ഒരു കർത്താവാൽ ഉണ്ടാക്കപ്പെട്ടവയാണ് ഇവയെല്ലാം. എന്തുകൊണ്ട്? ഇതൊക്കെ കാര്യമായതിനാൽ. ഘടവത്, ഒരു ഘടം പോലെ, ഒരു കുടം പോലെ. ഇത് കുടമുണ്ടാക്കാൻ അറിയുന്ന ഒരാളാൽ മാത്രമേ കുടമുണ്ടാക്കാൻ പറ്റൂ എന്ന് പറയുന്നത് മാതിരി ഈ കാണാകുന്ന പ്രപഞ്ചത്തിനെ ഉണ്ടാക്കിയതായി ഒരു ശക്തി ഉണ്ടായിരിക്കണം. ഇതാണ് നൈയായിക മതം. അപ്പോൾ ഇവിടെ എന്താ പറയാണ്, നമ്മൾ ഈ ഒരു ബുദ്ധി വെറുതെ ജസ്റ്റ് ബിലീവ്, അങ്ങനെയല്ല. ആദ്യം ഈ വിഷയങ്ങളെ വേണ്ടവണ്ണം ആലോചിച്ചറിഞ്ഞ് പതുക്കെ അല്ലേ, ഈ ശാസ്ത്രീയം, നമ്മൾ എന്തിനെയാണോ പഠിക്കുന്നത് അതിനനുഗുണമായിരിക്കുന്ന ശാസ്ത്രങ്ങൾ ശ്രവിക്കണം. ഉപനിഷത്ത് പറയണു, നോക്കൂ, നമ്മുടെ മതം ഒരിക്കലും ചിന്തിക്കരുതെന്നേ പറയുന്നില്ല, ചിന്തിക്കൂ എന്നാണ് പറയുന്നത്. പറയണു, അസ്തിവാ നാസ്തിവാ, ഈ കാണാകുന്ന പ്രപഞ്ചത്തിനൊരു കാരണമുണ്ടോ കാരണമില്ലയോ? ഒരു സൂക്തം തന്നെ, നാസദീയ സൂക്തം എന്ന് പറയുന്നത് സൂക്തം, ഋഗ്വേദീയ സൂക്തമാണ്. ചിന്തിക്കുകയാണ്, ഇതുള്ളതാണോ ഇല്ലാത്ത, കാണപ്പെടുന്ന പ്രപഞ്ചം ഉള്ളതോ ഇല്ലാത്തതോ? ഉള്ളതെങ്കിൽ ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിൻ്റെ കാരണം ആര്? പറയണു, അങ്ങനൊരു കാരണേ ഇല്ല എന്ന് പറയണു ചിലര്. വേദം പറയണു, അസ്തിത്യേവോപലബ്ധവ്യ. എവിടെ നിന്ന് ആരംഭിക്കണം? ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആലോചനയില്ല. ആദ്യം എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഈ കാണാകുന്ന പ്രപഞ്ച ഒരു സൂചി പോലും വെറുതെ ഉണ്ടാവാതിരിക്കെ ഈ കാണാകുന്ന പ്രപഞ്ചത്തിനും കാരണമായിട്ടൊന്നുണ്ടായിരിക്കണം. അസ്തിത്യേവോപലബ്ധവ്യ, അസ്തിത്യേവോപലബ്ധസ്യ തത്വഭാവ പ്രസീദതി. എന്നിട്ട് എന്ത് ചെയ്യണം? വെറുതെ ഉണ്ട് എന്ന് പറഞ്ഞ് ഉണ്ടായിരിക്കാൻ പാടില്ല, അല്ലേ? വളരെ കുലങ്കഷമായി ചിന്തിച്ചറിയണം എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ കാരണം. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അവർക്കെന്ത് ചെയ്യും? അസ്തിത്യേവോപലബ്ധസ്യ തത്വഭാവ പ്രസീദതി, തീർച്ചയായും അവർ സത്യത്തെ കണ്ടറിയും എന്നാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയാണ്, ആരാണോ ശ്രദ്ധയാ പരയോപേതാഹ, ഈ പരയാ ശ്രദ്ധയാ, പരയായിരിക്കുന്ന ശ്രദ്ധയോടുകൂടി ആരാണോ ഭഗവാനെ അറിയുന്നതിനു വേണ്ടി, അനുഭവിക്കുന്നതിനു വേണ്ടി ശ്രമിക്കുന്നത്, തീർച്ചയായിട്ടും അവർ ഭഗവാനെ അറിയും. അതിനെന്താ ചെയ്യേണ്ടത്? പറയാണ്, ഏതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഃ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ.
തേഷാമഹം സമുദ്ധർത്താ മൃത്യു സംസാരസാഗരാത് ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിതചേതസാം. എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഏതു ആരാണോ സർവകർമാണി മയി സന്യസ്യ, എല്ലാ കർമ്മങ്ങളും എന്നിൽ സന്യസിച്ചിട്ട്. താങ്ക് യു സ്വാമിജി. ഇനി നമ്മളൊന്നും ചെയ്യേണ്ട. എന്തേ? എല്ലാം ത്യജിച്ചു. അവിടെയല്ല, അങ്ങനെയല്ലേ പറഞ്ഞത്? എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ ത്യജിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യവും ചെയ്യേണ്ട. ഭഗവാൻ നമുക്കിനി രാത്രിത്തേക്കുള്ള ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കി തരും. എല്ലാം ത്യജിച്ചു എന്നാണ്. എന്താണ് സർവകർമ്മങ്ങളും ഭഗവാനിൽ സന്യസിക്കുക ചർത്ഥം? എന്താ സന്യാസം ചർത്ഥം? എന്താ സന്യാസം എന്ന് വെച്ചാർത്ഥം? സന്യാസം എന്ന് വെച്ചാൽ എന്താ? ഇപ്പം സ്വാമി ഇട്ടിരിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു വസ്ത്രമൊക്കെ ഇട്ടിട്ട് പിന്നെ അങ്ങനെ ഇരിക്കണ്ടേ? എന്താ സന്യാസം? സന്യാസത്തിന് രണ്ടർത്ഥമാണ്. സന്യാസത്തിൻ്റെ അർത്ഥം സമ്യജ്ഞാസം, സന്യാസം, ശരിയായ വിധത്തിലുള്ള ന്യാസം. ഈ ന്യാസപദത്തിന് എന്താ അർത്ഥം? ന്യാസപദത്തിന് പല അർത്ഥങ്ങളുണ്ട് സംസ്കൃതത്തിൽ. നീ എന്ന് പറയുന്ന ഉപസർഗത്തോട് അസ് എന്ന് പറയുന്ന ധാതു ചേർത്തിട്ടാണ് ന്യാസം, ന്യസ്യതി അല്ലേ? ന്യാസം ചെന്നർത്ഥം നീ നിശേഷേണ അസ്. ഈ ന്യാസപദത്തിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന് സമ്പൂർണമായിട്ട് ത്യജിക്കുക. അസ് പദത്തിന് എറിയുക എന്നർത്ഥം. അസ്യതി എറിയുക. അപ്പോൾ ഒന്ന് എന്താ സന്യാസത്തിൻ്റെ ഒന്നാമത്തെ അർത്ഥം? എന്താ? സമ്പൂർണമായ ത്യാഗം. ഇനി ന്യാസപദത്തിന് വേറൊരർത്ഥമുണ്ട്. എന്താ? സമർപ്പണം അല്ലേ? നമ്മളുടെ സമ്പൂർണമായ സമർപ്പണവും സമ്പൂർണമായ ത്യാഗവും, ഇതാണ് സന്യാസം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എപ്പോഴാണോ എന്തിനാ സമർപ്പിക്കേണ്ടത്? നമ്മുടെ കർത്തൃത്വ ബുദ്ധിയെ, നമ്മുടെ അഹങ്കാരത്തെ, ഞാനെന്ന ഭാവത്തെ. എപ്പോഴാണോ എനിക്ക് ഞാനെന്ന ഭാവത്തെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിക്കുന്നത്, അതാണ് സന്യാസം. അങ്ങനെ എപ്പോഴാണോ ഞാൻ എൻ്റെ അഹങ്കാരത്തെ ഭഗവാന് സമർപ്പിക്കുന്നത്, അപ്പം എന്തു പറ്റും? ഞാൻ കർത്താവാണ് എന്ന്, ഞാൻ ഭോക്താവാണ് എന്ന് തെറ്റിദ്ധാരണ സമ്പൂർണമായിട്ട് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഇതാണ് സന്യാസം. ഞാൻ കർത്താവുമല്ല ഭോക്താവുമല്ല അല്ലേ? ആ കർത്തൃത്വ ഭോക്തൃത്വങ്ങൾക്ക് അതീതമായിരിക്കുന്ന ബോധരൂപിയാണ് ഞാൻ എന്ന അറിവും അനുഭവവുമാണ് സന്യാസം. ഭഗവാൻ പറയാണ് ഇവിടെ മയി സന്യസ്യ, എന്നിൽ സന്യസിച്ചിട്ട് എന്ന് വെച്ചാൽ അർത്ഥം നിന്റെ കർത്തൃത്വ ഭോക്തൃത്വ ഭാവങ്ങളെ എന്നിൽ സമർപ്പിക്കൂ. എന്നിട്ടോ ഭഗവാനാണ് കർത്താവ്, ഭഗവാനാണ് ഭോക്താവ് എന്നറിഞ്ഞ് അതിൻ്റെ ഒരു ഉപാധി മാത്രമാണെന്നറിഞ്ഞുകൊണ്ട് എപ്പോഴാണോ കർമ്മങ്ങളെ ത്യജിക്കുക ചെന്നർത്ഥം, കർമ്മങ്ങളിലെ കർത്തൃത്വത്തെ ഞാൻ ചെയ്യുന്നു, എനിക്ക് ഇന്നമാതിരിയുള്ള ഫലമുണ്ടാകണമെന്നുള്ള ഫലാപേക്ഷയെയും കർത്തൃത്വബുദ്ധിയെയും നമുക്ക് ത്യജിക്കാൻ സാധിക്കുന്നത് കേട്ടോ അനന്യയോഗത്തോടുകൂടി നമ്മിൽ നിന്ന് ഭിന്നമല്ലാത്ത ഭഗവാനെ ആർക്കാണോ ധ്യാനിക്കാൻ സാധിക്കുന്നത് അവനാണെൻ്റെ ഭക്തൻ. അവർക്കെന്ത് പറ്റും? തേഷാമഹം സമുദ്ധർത്താ മൃത്യു സംസാര സാഗര. ജനനമരണരൂപമായിരിക്കുന്ന ഈ സംസാരത്തിൽ നിന്ന് ഞാൻ അവരെ കരകയറ്റും. അവർക്ക് പിന്നെ വീണ്ടും പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ഖലു ദുസ്താര്. എളുപ്പമല്ല. ഈ ജനനമരണ രൂപമായിരിക്കുന്ന സംസാരത്തിൽ നിന്ന് മോക്ഷം നേടുക എന്നുള്ളത് എളുപ്പമല്ല. ഭഗവാൻ പറയണു, ആരാണോ കർത്തൃത്വ ഭോക്തൃത്വങ്ങളെ എന്നിൽ സമർപ്പിക്കുന്നത്, അനന്യേനൈവ യോഗേന, ഭഗവാനല്ലാതെ വേറൊന്നും എനിക്ക് ആശ്രയമില്ല,
അവിടുത്തെ അനുഭൂതിയാണ് എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി സകല കർമ്മങ്ങളും ഭഗവത് ബുദ്ധിയോടുകൂടി ഭഗവത് സമർപ്പണത്തോടുകൂടി ചെയ്യുന്നത്, അവരെ ഞാൻ മൃത്യു സംസാരത്തിൽ നിന്ന്, ജനനമരണ രൂപമായിരിക്കുന്ന ഈ സംസാരത്തിൽ നിന്ന് സമുദ്ധർത്ത, തീർച്ചയായിട്ടും എന്നിൽ ആവേശിത ചേതസ്സോടുകൂടിയവരെ ഞാൻ മരണത്തിൽ നിന്ന് രക്ഷിക്കും. എങ്ങനെയാ മരണത്തിൽ നിന്ന് രക്ഷിക്കുക? ഇപ്പം നമ്മളെല്ലാവരും ജപിക്കുന്ന മന്ത്രമാണ് മൃത്യുഞ്ജയ മന്ത്രം, അല്ലേ? മൃത്യുഞ്ജയം എല്ലാവരും ജപിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കുക ആൾക്കാർ, സ്വാമിജി ഈ മൃത്യുഞ്ജയം ജപിച്ചാൽ പിന്നെ മരിക്കില്ലേ? അതാണ് പ്രാർത്ഥന, അല്ലേ? എന്താണ്? ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോഹോ മുക്ഷീയ, മൃത്യോഹോ ബന്ധനാത് മുക്ഷീയ മാ അമൃതാത്, അമൃതത്തിൽ നിന്ന് എന്നെ വേർപ്പെടുത്തരുത്, മൃത്യുവിൻ്റെ ബന്ധത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥന. അപ്പോൾ നമ്മളോട് പറയും, അതേ ഒരു കാര്യം ചെയ്തോളൂ കേട്ടോ, ഇപ്പോൾ അങ്ങനെ ആ കണ്ടകശനി അങ്ങനെ കൊണ്ടു നിൽക്കുകയാണ്, ഒരു മൃത്യുഞ്ജയം ചെയ്തോളൂ. നമ്മൾ പോയിട്ട് മൃത്യുഞ്ജയമൊക്കെ ചെയ്തു. അപ്പോൾ മൃത്യുഞ്ജയം ചെയ്താൽ പിന്നെ നമ്മൾ മരിക്കില്ലേ എന്ന് ചോദിച്ചാൽ, ഉണ്ടായതൊക്കെ നശിക്കണം, അല്ലേ? കൂടിച്ചേർന്നതെല്ലാം വേർപ്പെടണം, ഉണ്ടായതൊക്കെ നശിക്കണം. അതാണ് ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ വിധി. അല്ലാതെ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ ശരീരം എപ്പോഴും നിലനിൽക്കുന്നൊന്നുമില്ല. അങ്ങനെയായാൽ വലിയ കഷ്ടവും, അല്ലേ? കുഞ്ചൻ നമ്പ്യാരുടെ കാലനില്ലാത്ത കാലം പോലെ ആയി തീരും. മുത്തച്ഛനെയൊക്കെ അങ്ങനെ ഡപ്പിയിലിട്ട് അടച്ചു വെച്ചിരിക്കുക, അത്രേ. മരിക്കില്ല, എന്താ ചെയ്യുക? അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഡപ്പിയിൽ ഇങ്ങനെ ഒരു വീട്ടിൽ പല 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 തട്ടികളുണ്ട്. അതിൽ ഏറ്റവും മുകളിൽ മുത്തച്ഛൻ, അതിൻ്റെ അപ്പുറത്ത് മുത്തച്ഛൻ അങ്ങനെ അങ്ങനെ അങ്ങനെ. അതാണോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മൃത്യുഞ്ജയം ജപിച്ചു കഴിഞ്ഞാൽ? അല്ല. എന്താ മൃത്യുഞ്ജയം ജപിച്ചാലുള്ള ഫലം? ജനിക്കില്ല എന്നാണ്. മരിക്കില്ല എന്നല്ല, ജനിക്കില്ല. അതോട് കഴിഞ്ഞു നമ്മുടെ കളി. അതാ അവിടെ പറയണ ഭഗവാൻ, അവൻ മൃത്യു സംസാര സാഗരാത് സമുദ്ധർത്ത, ഞാൻ എന്തു ചെയ്യും? അവനെ മൃത്യു സംസാര സാഗരത്തിൽ നിന്ന് തീർച്ചയായിട്ടും അവനെ ഞാൻ രക്ഷിക്കും. അപ്പോൾ എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? നോക്കൂ, ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തുകൊണ്ടാണ് പണ്ട് കാലത്തൊക്കെ, ഇപ്പോൾ ഒന്നുമില്ല, എല്ലാ വിദ്യാർത്ഥികളും A+ഉം A+ഉം ഒക്കെ വാങ്ങുന്ന കുട്ടികളാണ്. അതിനുശേഷം എഴുത്തും വായനയൊക്കെ അറിയുമോ എന്നുള്ളതിന് വീണ്ടും പഠിക്കേണ്ടതായിട്ട് വരും. അതൊക്കെ വേറെ കാലം. പണ്ടൊക്കെ നമ്മളൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യണം? പലപ്പോഴും തോൽക്കും, അല്ലേ? 5ൽ 4 പ്രശ്നം, 6ൽ 7 വട്ടം, അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10ാം ക്ലാസ് ആകുമ്പോഴേക്കും 10-20 വയസ്സാവും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ക്ലാസ്സിൽ തോൽക്കുന്നത്? എന്തായി തോൽവി വെച്ചാൽ അർത്ഥം എന്ന് വെച്ചാൽ, ആ ക്ലാസ്സിൽ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഉണ്ടാകേണ്ടതായ അറിവ് അവനുണ്ടായിട്ടില്ലെങ്കിൽ എന്തു ചെയ്യണം? വീണ്ടും 7ാം ക്ലാസ്സിൽ വരണം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ലോജിക്കാണ്. എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ജനിക്കുന്നത്? ഓരോ ജന്മവും ഓരോ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ വന്നു, അപ്പോൾ അത് കഴിഞ്ഞ് കൊല്ലപ്പരീക്ഷ കഴിഞ്ഞു, അടുത്ത വർഷം റിസൾട്ട് വന്നപ്പോൾ വീണ്ടും അതേ ക്ലാസ്സിലേക്ക് തന്നെ. അത് കഴിഞ്ഞു, അടുത്തത് വീണ്ടും അതിലേക്ക് തന്നെ. എന്തുകൊണ്ടാണ് മനുഷ്യൻ വീണ്ടും 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 ഈ ലോകത്ത് ജനിക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ ഈ ക്ലാസ്സിൽ ഭഗവാൻ നമ്മളെ അയച്ചത് ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ഈ കാര്യം പഠിച്ചു വരുന്നത് വരയ്ക്കും എന്തു ചെയ്യണം? വീണ്ടും ജനിച്ചുകൊണ്ടേയിരിക്കണം. പറയണു. അപ്പം എങ്ങനെയാണ് പരീക്ഷ? പരീക്ഷയിൽ നിന്ന് എന്താ പരീക്ഷ? പരീക്ഷ വേറൊന്നുമല്ല, എന്താണ് സത്യം എന്ന അറിവാണ്. എപ്പോഴാണോ നമ്മളുടെ മനസ്സ് ശരീരമനോബുദ്ധികളായിരിക്കുന്ന ഈ കൂട്ടിൽ ഞാനെന്ന ഭാവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്, അത്ര കാലവും നമ്മൾ നമ്മുടെ പരീക്ഷയെ തോക്കും. വീണ്ടും ജനിക്കും, വീണ്ടും മരിക്കും, വീണ്ടും ജനിക്കും. പറയാണ്, ഇതിന്നൊരു രക്ഷയില്ലേ ഭഗവാനെ? തീർച്ചയായിട്ടുണ്ട്. എന്താണ്? എൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ ചേരുക, ഭഗവത്ഗീത ട്യൂഷൻ ക്ലാസ്. ഭഗവത്ഗീതയെ ചേർന്ന് പഠിച്ചോളൂ. എന്താ പഠിക്കുന്നത്? സത്യത്തിലെ ലോകത്തിലെ കർത്താവും ഭോക്താവും ഭഗവാനാണ്.
അല്ലേ? ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സച്ചിദാനന്ദ രൂപനായ പരമാത്മാവിനെ സ്വന്തം ആത്മാവായി അറിയൽ, അതാണ് പരീക്ഷ. ആ പരീക്ഷ പാസ്സായാൽ പിന്നെ നമുക്ക് തിരിച്ച് ആ ജനന മരണ രൂപമായിരിക്കുന്ന സംസാരത്തിലേക്ക് വരേണ്ടതില്ല. അതുവരേക്കും വന്നുകൊണ്ടേ ഇരിക്കണം. ഇനി ഭഗവാൻ കുറച്ചുകൂടെ ശ്ലോകങ്ങളുണ്ട്, നമുക്ക് സമയം കുറവായതുകൊണ്ട് ഈ ഭഗവത്ഗീതയുടെ ഫലം എന്താണ്, അല്ലെങ്കിൽ ഭക്തിശാസ്ത്രത്തിൻ്റെ ഫലം എന്താണ് എന്നാണ് ഭഗവാൻ ഇനി പറയുന്നത്. അവസാനത്തെ ശ്ലോകങ്ങൾ: അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഒരുമിച്ച്: അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഒരിക്കലും വലിയൊരു ഗീതാചാര്യനുണ്ടായിരുന്നു. അദ്ദേഹം മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹം അപ്പോൾ ഗീതയ്ക്ക് ഇങ്ങനെ ഒരു വ്യാഖ്യാനം എഴുതണം എന്ന് വിചാരിച്ചിട്ട് ഒരു വ്യാഖ്യാനം എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ ശ്ലോകത്തിൽ 9-ാം അധ്യായത്തിലെ ശ്ലോക. അപ്പോൾ ഇതെഴുതി. പക്ഷേ അദ്ദേഹം മഹാദരിദ്രനായിരുന്നു. ജീവിതത്തിലെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടാൻ ഒരു വഴി. അദ്ദേഹം മനസ്സ് ധനമുണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അല്ലേ അന്തർമുഖനായി ശാസ്ത്രവും അധ്യയനവും അധ്യാപനവും ഒക്കെ മനസ്സിൽ ഇരിക്കുന്നതായിട്ടുള്ളൊരു വ്യക്തി. അപ്പോൾ അദ്ദേഹം ഇത് വായിച്ചിട്ട് പറഞ്ഞു, ഭഗവത്ഗീതയിലെ തൻ്റെ കയ്യിൽ അന്നൊക്കെ നാരായമാണ്, നാരായം കൊണ്ട് ഈ ശ്ലോകം മുറിച്ചു എന്നാണ്. ഹേയ്, ഈശ്വരനല്ലേ ഇതൊന്നും ചെയ്യാനൊന്നും. പിന്നെ ഈശ്വരൻ നമ്മുടെ എന്താ പറയുക ദുഃഖങ്ങളെയും സുഖങ്ങളെയൊക്കെ വഹിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് അത് വെട്ടിയിട്ട് എന്തായി കുളിക്കാൻ പോയി. അപ്പോൾ വീട്ടിലെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക ഒന്നുമില്ല എന്ന് ഭാര്യ പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് ദേഷ്യം വന്നിട്ട് ഇത് വെട്ടിയത്. കുളിക്കാൻ പോയി. കുറച്ച് കഴിഞ്ഞു, കുറച്ച് വിസ്തരിച്ചൊക്കെ കുളിച്ചു. ഒരു മനസ്സിനൊരു സന്തോഷമില്ലാത്തതുകൊണ്ട് പതുക്കെ വീട്ടിലേക്ക് വരിക. അന്നൊന്നും കഴിക്കാണ്ടാവില്ല എന്നറിയാം. വീടിൻ്റെ അടുത്തേക്ക് വരുമ്പോഴേ നല്ല മണമൊക്കെ, പപ്പടം കാച്ചണം മണമൊക്കെ ഉണ്ടല്ലോ, ഇത് എപ്പോഴും അപ്പുറത്തങ്ങാനും ആയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ച് വീട്ടിൽ വന്നപ്പോഴേ എന്താ കാണുന്നത്? ഭാര്യ വളരെ സന്തോഷത്തോടു കൂടി നല്ല ഇലയൊക്കെ ഇട്ട് വെള്ളമൊക്കെ വെച്ചിരിക്കണു. അപ്പോൾ ഇല്ലേ, ഇത് രാവിലെ പറഞ്ഞില്ലേ ഒന്നുമില്ല എന്ന്, എന്നിട്ടിപ്പോൾ എന്താ? അല്ല, അങ്ങ് വരൂ, കൈയൊക്കെ കഴിയിട്ട് വരൂ. അന്ന് നോക്കിയപ്പോൾ എന്താ? വിഭവസമൃദ്ധമായ സദ്യ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, കുറച്ച് മുമ്പല്ലേ നീ പറഞ്ഞത് വീട്ടിലൊരു സാധനം ഇല്ല, അരി പോലും ഇല്ല എന്നുള്ളത്? എന്താ ഒരു അത്ഭുതം! അങ്ങ് ഇവിടുന്ന് പോയില്ലേ, അപ്പോഴങ്ങ് തന്നെയല്ലേ ഈ കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചത്? ഞാൻ സാധനങ്ങൾ കൊടുത്തയക്കേ? അതെ, ഒരു പയ്യൻ്റെ തലയിൽ ഒരു വലിയ കൊട്ടയിൽ നിറയെ സാധനങ്ങൾ അങ്ങല്ലേ കൊടുത്തയച്ചത്? ഞാനോ? ആ പയ്യൻ എങ്ങനെയാ പറഞ്ഞത്? അങ്ങ് കൊടുത്തയച്ചാന്നാ പറഞ്ഞേ. പക്ഷെ എന്നാലും അങ്ങ് ചെയ്തത് കുറച്ച് കഷ്ടമായി കേട്ടോ. എന്ത് കഷ്ടമായി? ആ പയ്യൻ്റെ തലം അല്ലെ പൊട്ടിച്ചു വിട്ടല്ലോ അങ്ങ്. കഷ്ടം. അങ്ങ് ഒരിക്കലും ഇങ്ങനത്തെ ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചത്. എന്താ ഈ പറയണത്? കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയൂ. അതേ, അങ്ങ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അതിസുന്ദരനായിട്ടുള്ളൊരു പയ്യൻ ഇവിടെ വന്നു. അപ്പോൾ അവൻ്റെ തലയിൽ വലിയൊരു കൂടയുണ്ട്. അതിൽ നിറയെ അരിയും പലവ്യഞ്ജനങ്ങളും ഒക്കെ അവരെടുക്കാൻ പറ്റാത്ത അത്രയും വലിയ ഭാരത്തോട് കൂടിയിട്ടാണ് അവർ കൊണ്ടുവന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഇതിപ്പോൾ എവിടുന്നാ? പറഞ്ഞു, അങ്ങ് തന്നയച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാനതൊക്കെ വാങ്ങിച്ചു വെച്ചു. നോക്കിയപ്പോൾ എന്താ? അവൻ്റെ തലയിൽ വലിയൊരു മുറിവ്. അപ്പം ഞാനെന്ത് ചെയ്തു? ഉടനെ അപ്പം ചോദിച്ചു, ഇത് എന്ത് പറ്റി? അപ്പം പറഞ്ഞു, ഇത് കൊണ്ടുവരാൻ താമസിച്ചതിന് ഈ യജമാനൻ എന്നെ തല്ലിയതാണ്. അപ്പോൾ ഉടനെ ഈ അമ്മ എന്തൊക്കെയോ നാട്ടുവൈദ്യമൊക്കെ ചെയ്ത് അവിടെയൊക്കെ പറഞ്ഞു വിട്ടു. എന്നാലും അങ്ങ് ആ കുഞ്ഞിനോട് അങ്ങനെ ചെയ്യരുതായിരുന്നല്ലോ. അപ്പോഴാണ് ഓർത്തത് ഞാൻ ഇന്ന് രാവിലെ അല്ലേ
തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്നുള്ളത് വെട്ടിക്കളഞ്ഞല്ലോ എന്ന് അദ്ദേഹം ഓർത്തു എന്നാണ്. അതായത് അത് കൊണ്ടുവന്നത് ഭഗവാൻ തന്നെ. ഭഗവാൻ നമുക്ക് പറയണു അനന്യാഹ ചിന്തയന്തഃ, വേറൊരു ആശ്രയവുമില്ലാതെ, വേറൊന്നിനെയും ആശ്രയിക്കാതെ ആരാണോ എന്നെ തന്നെ ആശ്രയിക്കുന്നത്, എനിക്ക് ഭഗവാൻ തന്നെ ആശ്രയമായുള്ളൂ എന്നറിഞ്ഞ് ആ ഭഗവാനെ തന്നെ പര്യുപാസത്തെ, എല്ലാ തലത്തിലും ഉപാസിക്കുന്നത്, എല്ലാ തലത്തിലും സേവിക്കുന്നത്, ആശ്രയിക്കുന്നത്, അങ്ങനെ നിത്യ അഭിയുക്തന്മാരായി ആരുടെ മനസ്സാണോ ശ്രീ ഭഗവാനിൽ പൂർണ്ണമായി ചേർന്നിരിക്കുന്നത് അവരുടെ യോഗക്ഷേമം വഹാമ്യഹം ഭഗവാന്റെ പ്രതിജ്ഞയാണ്. ഈ ഭഗവാന്റെ പ്രതിജ്ഞ രാഷ്ട്രീയക്കാരുടെ പ്രതിജ്ഞ പോലെയല്ല, അത് എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്, നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. എന്താണ് പറയണു ഭഗവാൻ? യോഗക്ഷേമം വഹാമ്യഹം. ഭഗവാനിൽ സമർപ്പണത്തോടുകൂടി ഭഗവാനെ പ്രേമിക്കുന്നവരുടെ യോഗവും ക്ഷേമവും. യോഗം ചാല അപ്രാപ്തസ്യ പ്രാപ്തി യോഗ, പ്രാപ്തസ്യ രക്ഷണം ക്ഷേമ. ഇവിടെ യോഗക്ഷേമം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? യോഗം ചാല നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളതും നമുക്കിപ്പോൾ ഇല്ലാത്തതുമായ വസ്തുക്കളെ കിട്ടുന്നതിൻ്റെ പേര് യോഗം. പിന്നെ അത് കിട്ടിയാൽ മാത്രം പോരാ അല്ലേ, അത് നമുക്ക് സംരക്ഷിതമാക്കണം. അങ്ങനെ കിട്ടിയത് രക്ഷിക്കപ്പെടുന്നതിൻ്റെ പേര് ക്ഷേമം. ഏതൊരു ഭക്തനാണോ ശ്രീ ഭഗവാനിൽ സമ്പൂർണമായ പ്രേമത്തോടുകൂടി അവിടുത്തെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ചുകൊണ്ട് തൻ്റെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ ആരാധനയായി ചെയ്യുന്നത്, മനസ്സിലെപ്പോഴും ശ്രീ ഭഗവാന്റെ നാമവും രൂപവും തത്വവും അത് സ്മരിച്ചുകൊണ്ട് ഭഗവതർപ്പിതന്മാരായി എല്ലാവരിലും ഈശ്വരതത്വത്തെ കണ്ടുകൊണ്ട് ഭഗവാനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്, അവരുടെ യോഗമാകട്ടെ ക്ഷേമമാകട്ടെ അത് ഭഗവാൻ ചെയ്തുകൊള്ളും. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ നമ്മളെന്താ ചെയ്യേണ്ടത് പറയാണ് ഭഗവാൻ. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വച്ഛാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി ന മേ ഭക്തഃ പ്രണശ്യതി. നമ്മളെന്താ ചെയ്യേണ്ടത്? ഭഗവാൻ പറയാണ് ക്ഷിപ്രം ഭവതി ധർമാത്മ. നമ്മൾ എന്ത് ചെയ്യണം? ധാർമ്മികന്മാരായി തീരണം. നമ്മുടെ ജീവിതം ധർമ്മത്തിനനുസരിച്ചു വേണം. എന്താ ധർമ്മം? യതോ അഭ്യുദയ നിശ്രേയസ സിദ്ധി. യാതൊന്ന് ചെയ്താലാണോ നമുക്ക് ഇവിടെയും അല്ലേ ലൗകികമായിരിക്കുന്ന അഭിവൃദ്ധി ഉണ്ടാവുക, അതോടൊപ്പം തന്നെ ആത്മീയമായിരിക്കുന്ന സംതൃപ്തി ഉണ്ടാവുക. ലൗകികമായിരിക്കുന്ന എന്താ പറയുക, ഈ വളർച്ച, ലൗകികമായിരിക്കുന്ന സമൃദ്ധി, അതോടൊപ്പം എപ്പോഴാണോ നമുക്ക് ആത്മീയമായ തൃപ്തിയും ഉണ്ടാവുക, അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഭഗവാൻ പറയണു നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്ഷിപ്രം ഭവതി ധർമാത്മാ. നമ്മൾ ധർമ്മത്തിലേക്ക് മാറണം അല്ലേ, ധാർമ്മികനായി തീരണം. ഉപനിഷത്ത് പറയണു ആർക്കാണോ നാവിരതോ ദുശ്ചരിതാത് നാശാന്തഃ നാസമാഹിതഃ നാശാന്തമാനസോപാപി പ്രജ്ഞാനേനൈനമാപ്നുയാത്. നോക്കൂ, നിങ്ങൾക്ക് ആത്മീയമായി ഉയരണമെങ്കിൽ ആദ്യം ഒരു നല്ല മനുഷ്യനാവുക. മനസ്സിലെ സ്നേഹവും സഹാനുഭൂതിയും ദീനാനുകമ്പയും ഒക്കെ ഉണ്ടാക്കുക ആദ്യം അല്ലേ. ആത്മീയമായി ഉയരണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ധാർമ്മികമായ ജീവിതം ഉണ്ടാക്കണം. ധാർമ്മികമായ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആത്മീയമായ ഉന്നതി സാധ്യമാവുകയുള്ളൂ. അതാണ് പറയുന്നത് ക്ഷിപ്രം ഭവതി ധർമാത്മ. അത് ഒരു ധർമ്മം. പിന്നെന്താണ് പരമധർമ്മം? എന്താണ്? ഭഗവാനെ സമ്പൂർണമായി ആശ്രയിച്ച് നമ്മുടെ അഹങ്കാരത്തെ
നമ്മുടെ മമാകാരത്തെ ശ്രീ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കലാണ് എന്ത് ചെയ്യുന്നത്? പരമധർമ്മം. അപ്പോൾ നിത്യമായിരിക്കുന്ന ധർമ്മവും പരമധർമ്മവും, വ്യാവഹാരികമായ ധർമ്മവും പാരമാർത്ഥികമായ ധർമ്മവും ആരാണോ നേടുന്നത്, പറയണു ശശ്വത് ശാന്തിം നിഗച്ഛതി. എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ ഈ പരധർമ്മം, ഭഗവത് സമർപ്പണം പൂർണ്ണമാകുന്നത്, അതോടുകൂടെ എന്ത് ചിന്തിക്കാനാണ് അല്ലേ? എന്ത് വിഷമിക്കാനാണ്? ഭഗവാൻ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് ഭരിച്ച് സംഹരിച്ചു കൊണ്ടിരിക്കുന്ന ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കേ, നമ്മുടെ കയ്യിൽ ഒരിക്കലും കെടാത്തതായ വിളക്കിരിക്കേ, എവിടേക്ക് പോകാൻ എന്താ പേടിക്കാനുള്ളത് അല്ലേ? മരണം പോലും നമുക്ക് നമ്മുടെ മുമ്പിൽ നമിച്ചുകൊണ്ട് മാറുന്നു. ആ ശശ്വശാന്തിം നിഗച്ഛതി. നമ്മൾ ആ ശാശ്വതമായിരിക്കുന്ന ശാന്തിയെ നമ്മൾ പ്രാപിക്കുന്നു. അതുകൊണ്ട് ഇനിയാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഭഗവാന്റെ ഏറ്റവും ദിവ്യമായിരിക്കുന്ന നമ്മളോടുള്ള പ്രതിജ്ഞ. എന്താണ്? നമേ ഭക്ത പ്രണശ്യതി. എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കുകയില്ല. അവന് ഒരുപക്ഷെ ഈ ലോകത്തിൻ്റെ കണ്ണിൽ അദ്ദേഹത്തിന് ചില അസുഖങ്ങളുണ്ടായി എന്ന് വരാം, അല്ലെങ്കിൽ സാമ്പത്തികമായിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ടായി എന്ന് വരും. പക്ഷേ അതെല്ലാം അവൻ്റെ സമ്പൂർണതയ്ക്കു വേണ്ടിയുള്ള ഭഗവാന്റെ വരദാനങ്ങളാണ്. നോക്കൂ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പോലും നമ്മൾ ചില ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോൾ അല്ലേ, പലപ്പോഴും കുറേ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നും ആ കഷ്ടപ്പാടിൻ്റെ ദിനങ്ങളായിരുന്നു നമ്മളെ വേറൊരു മനുഷ്യനാക്കിയത്. അതുവരയ്ക്കും എന്ത് ദൈവം എന്നൊക്കെ പറഞ്ഞു നടന്ന ആൾക്കാരാണ്. കഷ്ടപ്പാടുകളിലൂടെ പോകുമ്പോൾ എന്ത് പറ്റുന്ന പലപ്പോഴും നമുക്ക് മനസ്സിലാവുകയാണ് സത്യത്തിൽ നമുക്ക് ആരാണുള്ളത്. അപ്പോൾ ആരാണോ ഭഗവാനെ സമർപ്പിക്കുന്നത്, ഭഗവാനെ ആശ്രയിക്കുന്നത്, തീർച്ചയായിട്ടും അവന് ഒരിക്കലും ആത്യന്തികമായ നാശം ഉണ്ടാവുകയില്ല. ഇത് വിശ്വസിക്കണം. എന്തുകൊണ്ട്? ഇത് ഭഗവാന്റെ പ്രതിജ്ഞയാണ്. നമേ ഭക്ത പ്രണശ്യതി. എൻ്റെ ഭക്തന് ഒരു വിധത്തിലുള്ള നാശവും ഉണ്ടാവില്ല. അത് ലൗകികമായിരിക്കട്ടെ, അത് മാനസികമാകട്ടെ, ബൗദ്ധികമാകട്ടെ, ആധ്യാത്മികമാകട്ടെ, അവരൊരിക്കലും നശിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഭക്തൻ ഭഗവാനിൽ ലയിക്കുന്നു. ഭഗവാന് നാശമില്ലാത്തതുപോലെ ഭഗവാനിൽ ലയിച്ചതായ ഭക്തനും നാശമില്ല. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യഃ മോക്ഷയിഷ്യാമി മാ ശുച. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ക്ഷിപ്രം ഭവതി ധർമാത്മാന്ന്. നീ ധാർമ്മികനായി തീരൂ എന്ന് ഭഗവാൻ പറഞ്ഞു. ഇപ്പം ഇവിടെ പറയാണ് സർവധർമാൻ പരിത്യജ്യാന്ന്. അങ്ങ് എന്തായി പറയണത്? അങ്ങ് പറഞ്ഞതിനെ തന്നെ വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഖണ്ഡിക്കുകയാണല്ലോ. അല്ല, രണ്ട് തലങ്ങളാണ്. ഒന്ന് വ്യാവഹാരികമായ തലം, വേറൊന്ന് പാരമാർത്ഥികമായ തലം. അല്ലേ? നമ്മൾ ഈ ശ്ലോകം എപ്പോഴും കേൾക്കാറുള്ളതാ, സർവധർമാൻ പരിത്യജ്യ അല്ലേ? അപ്പോൾ എല്ലാ ധർമ്മങ്ങളെയും പരിത്യജിക്കണമെന്നാണോ ഭഗവാൻ പറയുന്നത്? ഭഗവാൻ നോക്കൂ, സർവധർമ്മം. സംസ്കൃതത്തിൽ ചില ഉൾക്കളികളുണ്ട്. സംസ്കൃതത്തിലെ പദങ്ങൾക്ക് പല വിധത്തിൽ നമുക്ക് അന്വയിച്ച അർത്ഥം കാണാം. സർവധർമാൻ പരിത്യജ്യ, ചില ഒരർത്ഥം എന്താണ്? എല്ലാ ധർമ്മങ്ങളെയും പരിത്യജിച്ചുകൊണ്ട്. അപ്പോൾ സുഖൈ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട? നമ്മളിനി ജോലി എടുക്കണ്ട, നാമവും ജപിക്കണ്ട, അല്ലേ? ആധ്യാത്മികമായ ധർമ്മങ്ങളും വേണ്ട, ലൗകികമായ ധർമ്മങ്ങളും വേണ്ട. ഇതൊക്കെയാണോ ഭഗവാൻ പറയുന്നത്? അതൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നോക്കൂ, സർവധർമാൻ പരിത്യജ്യ ചന്താർത്ഥം, എല്ലാ ധർമ്മങ്ങൾക്കും ആധാരമായിരിക്കുന്ന ധർമ്മമാണ്
സർവധർമ്മം. എല്ലാ ധർമ്മങ്ങൾ എന്ന് വെച്ചാൽ ധർമ്മം എവിടുന്നാണ് ഉണ്ടാവുന്നത്? ഞാൻ എന്ന ബോധത്തിൽ നിന്നാണ്. ഞാൻ ഉള്ളപ്പോൾ ധർമ്മമുണ്ട്. അതായത് എൻ്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ എൻ്റെ ക്രിയകൾ, ഈ ക്രിയകളെല്ലാം ഉണ്ടാകുന്നത് ഞാൻ എന്ന ബോധത്തിൽ നിന്നാണ്. ഞാൻ എന്ന ബോധം എപ്പോഴൊക്കെയുണ്ടോ അപ്പോഴാണ് ധർമ്മങ്ങളും അധർമ്മങ്ങളും ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും ഒക്കെ. അപ്പോൾ അങ്ങനെ സർവധർമ്മങ്ങൾക്കും സർവവിധങ്ങളായിരിക്കുന്ന മനോവ്യക്തികൾക്കും ആധാരമായിരിക്കുന്ന ആരാ? ഞാനെന്ന ഭാവമാണ്. അപ്പോൾ സർവധർമാൻ പരിത്യജ്യ ചെന്തർത്ഥം? ഞാനെന്ന ഭാവത്തെ വിട്ടിട്ട്, ഞാനാണ് കർത്താവ്, ഐ ആം ദ ഡൂവർ, ഐ ആം ദ എൻജോയർ, ഞാനാണ് ചെയ്യുന്നവൻ, ഞാനാണ് അനുഭവിക്കാൻ പോകുന്നത് എന്ന ഭാവത്തെ, അതിനെയാണ് സർവധർമ്മം എന്ന് പറയുന്നത്. ആ എല്ലാ ധർമ്മങ്ങൾക്കും ആധാരമായിരിക്കുന്ന ഈ അഹംബുദ്ധിയെ, ജീവത്വഭാവത്തെ, ഞാൻ ജീവനാണ് എന്ന ഭാവത്തെ പരിത്യജിച്ചിട്ട് മാം ഏകം ശരണം വ്രജ, ഏകനായിരിക്കുന്ന, സത്യത്തിൽ ഒന്നുമാത്രമായിരിക്കുന്ന സച്ചിദാനന്ദരൂപനായ ഈശ്വരനെ ശരണം പ്രാപിക്കുക. എന്നുവെച്ചാലോ, ജീവത്വബുദ്ധിയെ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന അനുഭൂതിയിലേക്കുയരുക. അപ്പോഴോ സർവപാപേഭ്യഃ അഹം മോക്ഷയിഷ്യാമി, ഞാൻ നിന്റെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാം. എന്താ ഈ പാപം ചില വിവേകാനന്ദ സ്വാമി പറയണു, വേദാന്തം പാപത്തെ അറിയുന്നില്ല, പിന്നെയോ അജ്ഞാനത്തെ അറിയുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ആളുകൾ തെറ്റായ കർമ്മങ്ങൾ ചെയ്യുന്നത്? എല്ലാ തെറ്റായ കർമ്മങ്ങളുടെയും ആധാരം അവിദ്യയാണ്. അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധാരണയാണ്. പലപ്പോഴും അവിദ്യ എന്നുള്ള പദത്തിൽ നമ്മൾ അറിവില്ലായ്മ എന്നാണ് വിചാരിക്കുക. നമുക്കൊരു വിഷയം അറിയില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എനിക്ക് ഫ്രഞ്ച് അറിയില്ല, സോ വാട്ട്? എനിക്ക് പോർച്ചുഗീസ് അറിയില്ല, സോ വാട്ട്? പക്ഷേ ഞാൻ ഒരു വസ്തുവിനെ വേറൊരു വസ്തുവായി തെറ്റിദ്ധരിച്ചാൽ അത് പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ വേദാന്ത സാഹിത്യത്തിൽ അവിദ്യ എന്ന് പറഞ്ഞാൽ എന്തല്ല? അറിവില്ലായ്മയല്ല, പിന്നെയോ അതസ്മിൻ തത് ബുദ്ധി, ഒന്ന് സത്യത്തിൽ അതല്ലാത്തതിൽ അതാണെന്ന് തോന്നൽ. അല്ലേ, ഒരു കയറ് പാമ്പാണ് എന്ന് തോന്നി, അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് പേടിയുണ്ടായത്. കയറിനെ അറിഞ്ഞിരുന്നില്ലെങ്കിൽ, ഞാൻ നടന്നു പോകുന്ന സമയത്ത് അവിടെ കയറ് കിടക്കുന്നത് കണ്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ആ കണ്ട കയറ് പാമ്പാണ് എന്ന് തോന്നിയപ്പോഴേ പ്രശ്നമായി. പറയാണ് ഇവിടെ ഭഗവാൻ, സർവപാപേഭ്യഃ, എല്ലാ പാപങ്ങളിൽ നിന്നും. എന്താണ് എല്ലാ പാപങ്ങളുടെയും മൂലകാരണം? അത് അവിദ്യയാണ്, തെറ്റിദ്ധാരണയാണ്. അല്ലേ, യോഗശാസ്ത്രത്തിൽ പറയും എന്താണോ, അല്ലേ, എന്താ അവിദ്യ വെച്ച് കഴിഞ്ഞാൽ? അവിദ്യ വെച്ചാൽ ഖ്യാതിയാണ്, ഒരു തെറ്റിദ്ധാരണയാണ്. എന്തിലെ? നിത്യമല്ലാത്തതിൽ നിത്യമാണെന്ന്, സുഖമല്ലാത്തതിൽ സുഖമാണെന്ന്, അല്ലേ, ദുഃഖരൂപമായത് സുഖമാണെന്നും അനിത്യം നിത്യമാണെന്നും ഉള്ളതായ ഖ്യാതി, തെറ്റിദ്ധാരണ. ഈ തെറ്റിദ്ധാരണ ഫലമായിട്ടാണ് നമ്മളെല്ലാവരും സംസാരത്തിൽ പതിക്കാൻ കാരണം. പറയാണ് ഭഗവാൻ, അഹം ത്വാ സർവപാപേഭ്യഃ എന്ന് വെച്ചാലോ, ഞാൻ നിന്നെ എല്ലാ തെറ്റിദ്ധാരണകളിൽ നിന്നും ഞാൻ നിന്നെ മോചിപ്പിക്കും. മാശുച, ഒരിക്കലും ദുഃഖിക്കരുത്. ഇവിടെയാണ് ഗീതാശാസ്ത്രം അവസാനിക്കുന്നത്. ഇന്ന് ഗീതാ ജയന്തിയാണ്. നോക്കൂ, എങ്ങനെയോ നമ്മളങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല തുടങ്ങിയത്. പക്ഷേ ഇന്ന് ശ്രീ ഭഗവാൻ
അർജുനന് ഗീത ഉപദേശിച്ച ദിവ്യദിനമാണ്. നമ്മുടെ കയ്യിൽ ഇന്ന് കിട്ടുന്നതായിട്ടുള്ള പുസ്തകം, നമ്മൾ ഗീത എന്ന് പറഞ്ഞ് പഠിക്കുന്ന പുസ്തകം ഭഗവാൻ വേദവ്യാസൻ ചേർത്തതാണ്. അദ്ദേഹം എഡിറ്റ് ചെയ്ത് അദ്ദേഹം രൂപമാക്കി ചേർത്തതാണ്. അപ്പം അതിൽ 18 അധ്യായങ്ങളും 700 ശ്ലോകങ്ങളുണ്ട്. അത് ആഖ്യാനപരമാണ്. അപ്പോൾ 1-ാമത്തെ അധ്യായമൊക്കെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. സത്യത്തിൽ ശ്രീമദ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്, ഭഗവത്ഗീത ഒരു ശാസ്ത്രമായിട്ട് ആരംഭിക്കുന്നത് 2-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകം കൊണ്ടാണ്. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ. അല്ലേ? ഈ അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ എന്നും പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ തൻ്റെ ഉപദേശങ്ങൾ ആരംഭിക്കുന്നത്. എന്താണ് അശോച്യാനന്വശോചിച്ച? ദുഃഖിക്കുവാൻ കാരണമില്ലാത്തതായ കാര്യങ്ങളിൽ നീ വെറുതെ ദുഃഖിച്ചു കൊണ്ടിരിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് ആരംഭിച്ചത്. ഇവിടെ 18-ാം അധ്യായത്തിലെ 66-ാമത്തെ ശ്ലോകമായിരിക്കുന്ന മാ ശുച എന്നതിൽ ഗീതാശാസ്ത്രം അവസാനിച്ചു. ഇതിനെയാണ് ഉപക്രമ ഉപസംഹാരം എന്ന് പറയാം. ഒരു ശാസ്ത്രം പഠിക്കുമ്പോൾ അതെങ്ങനെ ആരംഭിച്ചു, അതെങ്ങനെയാണ് അവസാനിച്ചിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് വേണം ആ ശാസ്ത്രത്തിൻ്റെ സാരം മനസ്സിലാക്കാൻ എന്നാണ്. അപ്പോൾ ഭഗവത്ഗീതയുടെ ഉപക്രമ ഉപസംഹാരങ്ങൾ എന്താ? മാ ശുച, ദുഃഖിക്കരുത് എന്നാണ്. ഗീത എന്താ നമ്മളോട് പറയുന്നത്? മാ ശുച, ദുഃഖിക്കരുത്. എന്തുകൊണ്ട്? ദുഃഖം നമ്മുടെ സ്വരൂപമല്ല. നമ്മുടെ സ്വരൂപം ആനന്ദമാണ്. ഈ ആനന്ദമാകുന്ന സ്വരൂപത്തെ മറച്ചിരിക്കുന്ന അവിദ്യ കൊണ്ടാണ് നമുക്ക് ദുഃഖമുണ്ടാകുന്നത്. ഹിരണ്മയേന പാത്രേണ സത്യസ്യ അപിഹിതം മുഖം തത്വം പൂഷന്നപാവൃണു സത്യധർമായ ദൃഷ്ടയേ. അല്ലേ? നമ്മളുടെ സ്വരൂപം ആനന്ദമാണ്. അതിൽ നമ്മൾ വേറെന്തൊക്കെയോ ആണെന്ന് വിചാരിച്ചത് കൊണ്ടാണ് നമുക്ക് ദുഃഖമുണ്ടാകുന്നത്. സത്യത്തെ അറിയുക, സത്യത്തെ തൻ്റെ ആത്മാവായി സാക്ഷാത്കരിക്കുക. അപ്പോഴോ നമ്മൾ സകലവിധ ദുഃഖങ്ങളിൽ നിന്നും മുക്തരായിത്തീരും. മാശുച, ഒരിക്കലും ദുഃഖിക്കരുത്. അതുകൊണ്ട് മഹാത്മാഗാന്ധി ശ്രീമദ് ഭഗവത്ഗീതയെ അശോകോപനിഷത്ത് എന്നാ പറയാം. ആ ശോക ഉപനിഷത്ത്, എല്ലാ ശോകങ്ങളിൽ നിന്നും നമ്മളെ മുക്തനാക്കി തീർക്കുന്നതായ ഉപനിഷത്താണ് ശ്രീമദ് ഭഗവത്ഗീത. അപ്പോൾ 2-ാം അധ്യായത്തിലെ 11-ാം ശ്ലോകത്തിൽ നിന്ന് ആരംഭിച്ച് ഇവിടെ 66-ാമത്തെ ശ്ലോകത്തിൽ പറയണു, സകല ജീവഭാവങ്ങളെയും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട്, അല്ലേ, എല്ലാം ഭഗവാനാണെന്നറിയുന്നതോടുകൂടി നമ്മുടെ സകല അവിദ്യാകൽപ്പങ്ങളും ഇല്ലാതായി ആനന്ദസ്വരൂപന്മാരായിരിക്കാൻ നമുക്കൊക്കെ സാധിക്കും. എന്തായാലും ഇന്നത്തെ ശ്രീ ഭഗവത്ഗീത ദിനത്തിൽ നമുക്കിത് എല്ലാം ശ്രവിക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഗുരുദേവൻ്റെയും ഭഗവാന്റെയും വിശേഷമായ അനുഗ്രഹമാണ്. അപ്പോൾ നിങ്ങൾ പലരും ഗീതയൊക്കെ നന്നായി പഠിക്കുന്നവരാണെന്നറിയാം. ചിലരെങ്കിലുമൊക്കെ ആദ്യമായിട്ടൊക്കെ വരുന്നവരുണ്ടായി എന്ന് വരാം. പക്ഷേ ഈ ഒരു ഗീതാദിനം മുതൽക്ക് ദിവസം ഒരു 10 ശ്ലോകങ്ങളെങ്കിലും നമുക്ക് ഗീതയ്ക്ക് വേണ്ടി, അല്ലേ, ദിവസം ഒരു കുറേയൊക്കെ വായിക്കണം എന്നൊക്കെ വെച്ചാൽ ചിലർക്കാർക്ക് ഒരു അധ്യായമൊക്കെ വായിക്കണം. ഈ വെറുതെ വായിച്ചു പോയാൽ മാത്രം പോരാ. ഈ വായിക്കുന്ന ശ്ലോകങ്ങളുടെ അർത്ഥം കൂടി സാമാന്യമായെങ്കിലും ആലോചിച്ചുകൊണ്ട് വായിക്കണം. നോക്കൂ, ഇന്നിപ്പോൾ നമ്മളെല്ലാവരും ഗീതാപാരായണമൊക്കെ ചെയ്യുന്നുണ്ട്. അത് മോശമാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ ഗീത പഠിക്കുന്നതോടൊപ്പം അതിൻ്റെ അർത്ഥചിന്തനം കൂടെ നമുക്ക് ചെയ്യണം. അപ്പോൾ ഈ അർത്ഥചിന്തനം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അത് വിധിവത്തായിട്ട് പഠിക്കണം. വെറുതെ ഇങ്ങനെ ഈ തമാശ പറയുന്ന പോലെ വെറുതെ കേട്ടാൽ പോരാ. ഓരോ പദങ്ങളുടെയും അർത്ഥമറിഞ്ഞുകൊണ്ട് നമുക്ക് ശ്രീമദ് ഭഗവത്ഗീത പഠിക്കണം. അപ്പോൾ പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമികളുടെ ഭഗവത്ഗീതയുണ്ട്. എത്രയോ വ്യാഖ്യാനങ്ങൾ നമുക്ക് അവൈലബിളാണ്.
പക്ഷേ ഗുരുദേവൻ്റെ വ്യാഖ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അത് ജീവിതസ്പർശിയാണ്. വെറുതെ ഒരു മെറ്റാഫിസിക്കൽ ഒരു തലത്തിൽ നിന്ന് മാത്രമല്ല ഗുരുദേവ് ഗീതയെ വ്യാഖ്യാനിക്കുന്നത്. പല തലങ്ങളിലും ഒരുപക്ഷെ ശങ്കരാചാര്യസ്വാമികളിൽ നിന്ന് പോലും ഭിന്നമായിട്ട് ആധുനിക ലോകത്തിന് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന വിധത്തിലുള്ള വ്യാഖ്യാനമാണ് പൂജ്യ ഗുരുദേവൻ്റെ ഗീത. തീർച്ചയായിട്ടും പഠിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് അല്ലേ അനേകം നമുക്ക് പഠിക്കണമെന്ന് തോന്നിയാൽ, പണ്ടത്തെ പോലെയല്ല, പഠിക്കണമെന്ന് തോന്നിയാൽ ഏത് തലം വരെ പഠിക്കാനുള്ളതായ വ്യവസ്ഥകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു MGML എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ചിന്മയ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ചെയ്യുന്നുണ്ട്. 18 അധ്യായങ്ങളും ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ശ്ലോകം, ആ ശ്ലോകത്തിൻ്റെ അന്വയം, അർത്ഥം, പിന്നെ അതിൻ്റെ വിശേഷങ്ങളായിരിക്കുന്ന അർത്ഥങ്ങൾ, അതൊക്കെ, പിന്നെ അതിനെക്കുറിച്ചിട്ടുള്ളൊരു മനനം, അതിനെക്കുറിച്ചിട്ടുള്ളൊരു മെഡിറ്റേഷൻ, പിന്നെ അതിൻ്റെ അതിനെക്കുറിച്ച് നമുക്ക് തന്നെ ആലോചിക്കുന്നതിന് വേണ്ടി മനനം ചെയ്യുന്നൊരു ചോദ്യാവലി, ഇതൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ഒരു കോഴ്സ് ചിന്മയ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് വരുന്നുണ്ട്. MGML, മാസ്റ്റർ ഗീത മാസ്റ്റർ ലൈഫ് എന്നാണ് അതിൻ്റെ പേര്. തീർച്ചയായിട്ടും നമുക്ക് ഇതൊക്കെ വെറുതെ ഒരു പഠിക്കുന്നതിന് കൂടുതലായിട്ട് അതൊരു കോഴ്സൊക്കെ ആയിട്ട് ചേർന്ന് പഠിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു അടക്കം, അതിൻ്റേതായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്കുണ്ടാവും. ഇപ്പം എന്തായാലും അതൊക്കെ പഠിക്കാൻ ഭഗവാൻ നമുക്കൊരു അവസരം നൽകുമാറാകട്ടെ. ഇനിയും ഇപ്രകാരമുള്ളതായ സത്സംഗങ്ങളിലൂടെ ഗീതയെ ശ്രവിച്ച് അതിൻ്റെ അർത്ഥമറിഞ്ഞ് അതിന് നമ്മുടെ ജ്ഞാതും ദ്രഷ്ടും തത്വേന പ്രവേഷ്ടും. ആദ്യം അറിയണം ജ്ഞാതും, പിന്നെ അതിൻ്റെ അർത്ഥതലങ്ങളെ സാക്ഷാത്കരിക്കണം, പിന്നെ അതിന് നമ്മുടെ ജീവിതത്തിലെ അനുഭവമാക്കി തീർക്കണം. അതിന് സാക്ഷാൽ ശ്രീ ഭഗവാൻ, ശ്രീ പാർത്ഥസാരഥി, ശ്രീ ഗുരുദേവൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനമായിട്ട് ഈ ഗീതാശാസ്ത്രം മഹാഭാരതാന്തർഗതമായ ശ്രീ ഗീതാശാസ്ത്രം അവസാനിക്കുന്നത് സഞ്ജയൻ്റെ വാക്കിലൂടെയാണ്. ആരംഭിക്കുന്നത് ധൃതരാഷ്ട്രനിലൂടെയാണ്. ധർമ്മക്ഷേത്രേ എന്ന് പറഞ്ഞിട്ട് ആരംഭിച്ചു. എന്നിട്ട് അവസാനം എന്താണ് ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഗീതാശാസ്ത്രത്തിലെ ചരമശ്ലോകം. ഗീതാശാസ്ത്രത്തിലെ ചരമശ്ലോകം ഇപ്പം നമ്മൾ പഠിച്ചതാണ്. ഗീതാ പുസ്തകത്തിലെ ഗ്രന്ഥത്തിലെ ചരമശ്ലോകമാണ് അടുത്തത്. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർവിജയോ ഭൂതിഃ ധ്രുവാ നീതിർമതിർമമ. പറയാണ്, ഇത് സഞ്ജയൻ പറയാണ്. അപ്പോൾ തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു? ധൃതരാഷ്ട്രയുടെ ചോദ്യത്തിനാണ്. എന്തായിരുന്നു ചോദ്യം? എന്തായിരുന്നു? ധർമ്മക്ഷേത്രേ, അല്ലേ, കുരുക്ഷേത്രേ. ധർമ്മപദം കൊണ്ട് ആരംഭിച്ചു, ഇവിടെ മമ എന്നുള്ള പദം കൊണ്ട് അവസാനിപ്പിച്ചു. മമധർമ്മ. എന്താണ് ഗീതയുടെ സാരം? മമധർമ്മ, ഭഗവാന്റെ ധർമ്മം നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ അറിഞ്ഞ് അനുഷ്ഠിക്കേണ്ട ധർമ്മമാണ് എന്ത്? ശ്രീമദ് ഭഗവത്ഗീത. സോ ധർമ്മ മമധർമ്മ, ഇതാണ് എൻ്റെ ധർമ്മം. എന്താണ് പറയാണ് ഭഗവാൻ ഇവിടെ? ജീവിതത്തിൽ 2 കാര്യങ്ങൾ ഉണ്ടാവണം നമുക്ക്. ഒന്ന് ഭൗതികമായിരിക്കുന്ന അറിവ്, 2 അനുഭൂതി. അറിഞ്ഞാൽ മാത്രം പോരാ. അതേ, എങ്ങനെയാ മാമ്പഴപ്പുളിശ്ശേരി വെക്കേണ്ടതെന്നുണ്ടല്ലോ, നന്നായിട്ട് അറിയൂ എനിക്ക്. എത്ര അറിഞ്ഞിട്ടും കാര്യമില്ല. അതെന്ത് ചെയ്യണം? മാമ്പഴപ്പുളിശ്ശേരി വെച്ചാൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മനസ്സിലിങ്ങനെ മനപ്പായസമായി നടന്നാൽ പായസം കുടിക്കാൻ പറ്റില്ല. അതുമാതിരി അല്ലേ, 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചേരണം. 1 അറിവ്, 2 പ്രവൃത്തി. അറിവും പ്രവൃത്തിയും ചേരുമ്പോഴാണ് ജീവിതം സഫലമാകുന്നത്. പറയാണ് ഇവിടെ സഞ്ജയൻ പറയണു, എവിടെയാണോ യോഗേശ്വരനായിരിക്കുന്ന കൃഷ്ണനും ധനുർധരനായിരിക്കുന്ന പാർത്ഥനും എവിടെയാണോ ഒരുമിച്ചിരിക്കുന്നത്,
അവിടെ ധ്രുവാശ്രീ, അവിടെ എന്തു ചെയ്യും? എപ്പോഴും ഐശ്വര്യമുണ്ടാകും. ധ്രുവാവിജയ, അവിടെ എപ്പോഴും വിജയമുണ്ടാകും. ധ്രുവാഭൂതി, എല്ലാവിധത്തിലുള്ളതായിരിക്കുന്ന സമ്പദ് സമൃദ്ധിയും ഉണ്ടാകും. മാത്രമല്ല ധ്രുവാനീതി, അവിടെ ഒരിക്കലും നശിക്കാത്ത ധർമ്മവും ഉണ്ടാകും. അപ്പം ഏതാണ് ഈ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രം? നമ്മുടെ ഹൃദയമാകുന്ന കുരുക്ഷേത്രം. ആ കുരുക്ഷേത്രത്തിൽ എപ്പോഴാണോ ജ്ഞാനസാരനായിരിക്കുന്ന, ജ്ഞാനമൂർത്തിയായിരിക്കുന്ന ഭഗവാനും ഈ ഭഗവാൻ പറയുന്നതായ കാര്യങ്ങളെ അറിഞ്ഞ് ജീവിതത്തിൽ അനുഷ്ഠിക്കുവാൻ തയ്യാറായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമുള്ളത്, ഈ പാർത്ഥൻ്റെയും ഈ പാർത്ഥസാരഥിയുടെയും ആ സംഗമത്തിൽ അറിവിൻ്റെയും അതിൻ്റെ വൃത്തിയുടെയും അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും ഒരുമിച്ച് എപ്പോഴാണോ ഉണ്ടാകുന്നത്, അപ്പോഴോ ആ ജീവിതം സഫലമായി തീരുന്നു. ആ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ളതായ വിജയങ്ങളും ഉണ്ടാകുന്നു. ആ ജീവിതം തനിക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരുന്നു. ഇന്ന് ഈ ഗീതാ ജയന്തി ദിനത്തിൽ ശ്രീ ഭഗവാൻ, ശ്രീ പാർത്ഥസാരഥിയായിരിക്കുന്ന ഭഗവാനും പിന്നെ ധനുർധരനായിരിക്കുന്ന സാക്ഷാൽ ശ്രീ അർജുനനും നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ച് നമ്മുടെ അകക്കണ്ണ് തുറന്ന് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കി തീർക്കാൻ ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ. എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും എല്ലാവിധത്തിലുള്ള പൂർണ്ണതയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമാറാകട്ടെ. വീട്ടിലും ക്ഷേത്രത്തിലും ഒരേ ആരാധനാമൂർത്തിയാണെങ്കിലും ഫലപ്രാപ്തിയിൽ വ്യത്യാസമുണ്ടോ? ക്ഷേത്രത്തിലെ മൂർത്തിക്ക് ചൈതന്യം കൂടുതലുണ്ടോ? നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ സ്വിച്ച് പോയിൻ്റ് ഉണ്ട്. അവിടെ കുറച്ചെന്തോ ലീക്ക് ഉണ്ടായിട്ട് നമ്മളൊന്ന് തൊട്ടപ്പുഴ ഷോക്കടിച്ചു. ഷോക്കാണ്. നമ്മൾ പോയിട്ട് പുറത്ത് വലിയൊരു ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഔട്ട്ലെറ്റിൽ പോയി പിടിച്ചു നോക്കിക്കോളൂ. പിന്നെ വേറൊന്നും ചെയ്യേണ്ടി വരില്ല, അവിടെ നിന്ന് തന്നെ അല്ലേ. പിന്നെ നേരെ എന്താ പറയുക, സഞ്ചയനം ചെയ്താൽ മതി, ബാക്കിയൊക്കെ തീരും. അപ്പോൾ രണ്ടിടത്തും എനർജിയാണ് അല്ലേ. വീട്ടിലുണ്ടായ ചെറിയ സോക്കറ്റിൽ നിന്ന് നമുക്ക് അടിച്ചതും അവിടെയും വൈദ്യുതിയാണ്, ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്നതും വൈദ്യുതിയാണ്. പക്ഷേ രണ്ടിൻ്റെയും ഫലം വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു വ്യക്തി ഭഗവാനെ ധ്യാനിച്ച് ആവാഹിച്ച് ഭഗവാന് പൂജ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ഭഗവാനുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവും. അത് പക്ഷേ ഒരു വ്യക്തിയുടെ ആരാധനയാണ്. പക്ഷേ ക്ഷേത്രാദികളിൽ എത്രയോ പേർ അല്ലേ, എത്രയോ പേരുടെ വലിയതായ ശ്രദ്ധയ്ക്ക് ആ വിഗ്രഹം അല്ലെങ്കിൽ ആ മൂർത്തി കേന്ദ്രമായിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ക്ഷേത്രാദികളിൽ ആ ഭഗവാന്റെ ചൈതന്യം വളരെ കൂടുതലായിരിക്കും. അത് ഭഗവാന്റെ ചൈതന്യത്തിന് കൂടുതലും കുറവുള്ളത് കൊണ്ടല്ല, അത് നമ്മളിലേക്ക് എത്തിക്കുന്നതായ എക്യുപ്മെൻറ്റിൻ്റെ മഹാത്മ്യമാണ്. അതായത് നമ്മുടെ വീട്ടിലുള്ള ഈശ്വരൻ്റെ ശക്തി കുറവ്, അമ്പലത്തിലുള്ള ഈശ്വരൻ്റെ ശക്തി കൂടുതൽ, അങ്ങനെയല്ല. ഭഗവാന്റെ ശക്തി എല്ലായിടത്തും ഒരുപോലെയുണ്ട്. പക്ഷേ നമ്മളുമായി എത്തിക്കുന്നതായ എക്യുപ്മെൻ്റ്, ആ ഉപകരണത്തിൻ്റെ വലിപ്പവും അതിൻ്റെ മഹാത്മ്യത്തിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് പലപ്പോഴും നമുക്ക് ക്ഷേത്രാദികളിലുള്ള ചൈതന്യം വളരെ വലുതായിട്ട് തോന്നാം. പക്ഷേ ഏതൊരു സാധകനാണോ തൻ്റെ ഗൃഹത്തിലുള്ള ഭഗവാനിൽ ആ സമ്പൂർണമായിരിക്കുന്ന ഈശ്വര ചൈതന്യം കാണുന്നത്, തീർച്ചയായിട്ടും അവർക്ക് അതുകൊണ്ട് തന്നെ മോക്ഷത്തിനുള്ള ഗതി ആവുകയും ചെയ്യും. അയാൾക്ക് വേറൊരാൾക്ക് വന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നണമെന്നില്ല. പക്ഷെ ക്ഷേത്രത്തിൽ അങ്ങനെയല്ല. ഇത്രയും ആളുകളുടെ ശ്രദ്ധ അവിടേക്ക് ഒതുക്കുന്നത് കൊണ്ടും പിന്നെ പല പല കാരണങ്ങളെ കൊണ്ടും ആ ചൈതന്യത്തിന് അല്ലെ ആർക്ക് വരുമ്പോഴും അവിടെ ഒരു ചൈതന്യാനുഭൂതി ഉണ്ടാവും. ഞാൻ എൻ്റെ പൂജയിലിരുന്ന് എൻ്റെ നിത്യമായിരിക്കുന്ന പൂജ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് ആ പൂജാസ്ഥാനം പൂർണ്ണമാണ്. പക്ഷെ വേറൊരാൾക്ക് ആ പൂർണ്ണത എൻ്റെ പൂജാസ്ഥാനത്ത് അനുഭവിച്ചു കൊള്ളണമെന്നില്ല. എന്തുകൊണ്ട് വെച്ചാൽ ഒരു വ്യക്തി ചെയ്യുന്നതായ പൂജയാണ്. മറ്റിടത്ത് അങ്ങനെയല്ല.
സമഷ്ടി പൂജയായതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് അതിൻ്റേതായിട്ടുള്ള മാഹാത്മ്യം ഉണ്ടായിരിക്കും. ഇനി നമ്മളിത് ധാരാളം വിവാഹമോചന കേസുകൾ കാണുന്നുണ്ട്. ഇതിന് പരിഹാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹമാണ് പരിഹാരം. നോക്കൂ, നമ്മളുടെ വിവാഹ സൂക്തം പറയണു 3 അല്ലേ. പണ്ട് കാലത്ത് ഈ സ്ത്രീകളൊക്കെ ഇപ്പോഴുന്ന് അങ്ങനെയല്ല, പൊതുവെ പണ്ട് കാലത്ത് ഈ താലി ഒരു ചരടിൽ വേണം എന്നാണ്. താലി ചരട് എന്നാണ് പറയും അല്ലേ. ആ താലി ചരടിലാണ് താലി കോർത്ത് ചാർത്തേണ്ടതെന്നാണ്. ഈ താലിച്ചരടിന് 3 ഈ താലിച്ചരട് ഉണ്ടാക്കുന്നത്, അതൊക്കെ പണ്ടക്കാലത്തൊക്കെ പല സമൂഹങ്ങളിലൊക്കെ അത് ഒരു എന്താ പറയുക, ഒരു ആചാരമായിരുന്നു. ഈ താലി ആദ്യം താലി കാച്ചുക എന്നാണ് പറയുക. അതിനൊരു പ്രത്യേക മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് താലി കാച്ചണം. പിന്നെ സുമംഗലികളായ സ്ത്രീകളിരുന്ന് ഈ താലിച്ചരട് പിരിച്ചുണ്ടാക്കണം എന്നാണ്. ഈ താലിച്ചരടിൽ 3 ഇഴകളുണ്ട്. എന്താ 3 ഇഴകൾ? വിവാഹസൂക്തം പറയാണ്, 1 പ്രേമം, 2 ശ്രദ്ധ, 3 ബഹുമാനം. വിവാഹ ജീവിതത്തിൻ്റെ ആധാരം 3 കാര്യങ്ങളാണ്. 1 സ്നേഹം. തീർച്ചയായിട്ടും ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും സ്നേഹമുണ്ടാവണം. സ്നേഹം മാത്രം പോരാ, ശ്രദ്ധയുണ്ടാവണം. ഇതെൻ്റെ ഭർത്താവാണ്, ഇതെൻ്റെ ഭാര്യയാണ് എന്ന ശ്രദ്ധയുണ്ടാവണം. 3ാമത് പറയാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പരസ്പര ബഹുമാനം. ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും ബഹുമാനമുണ്ടാവണം. ഇപ്പം പലപ്പോഴും നോക്കൂ, ഞാൻ സമൂഹത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ വിട്ടു നിൽക്കുന്ന ആൾക്കാർക്ക് ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് കാണാൻ പറ്റും അല്ലേ. ഇപ്പോൾ സ്നേഹമൊന്നും ഇല്ലാത്തതൊന്നുമല്ല, സ്നേഹത്തിലൂടെ എല്ലാം സ്നേഹത്തിലൊക്കെയാണ് ആരംഭിക്കുന്നത്. പക്ഷെ പതുക്കെ പതുക്കെ ഈ പരസ്പര ബഹുമാനം എന്ന് പറയുന്നതായ ഒരു കാര്യം അത് വളരെ കുറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ വിശ്വാസവും, ഭാര്യയ്ക്ക് ഭർത്താവിലോ ഭർത്താവിൽ ഭാര്യയിലോ വിശ്വാസമില്ലായ്മയും പരസ്പര ബഹുമാനമില്ലായ്മയും കൂടെ വരുമ്പോൾ ഈ സ്നേഹം അതൊരു നീർപ്പോള പോലെയാണ്, അത് പൊട്ടിപ്പോവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അതായിരിക്കാം കാരണം. പിന്നെ പണ്ടത്തെ പോലെ അല്ലേ, എന്തും സഹിച്ച് ജീവിക്കേണ്ടതായ ആവശ്യമില്ല എന്നുള്ള ഒരു സാമൂഹികമായ പരിസ്ഥിതി, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ വ്യക്തിപരമായി ചിന്തിച്ചാൽ ഈ വിവാഹബന്ധം നിലനിൽക്കുന്നത് ഈ പ്രേമത്തിലും ഈ വിശ്വാസത്തിലും, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിശ്വാസത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബഹുമാനത്തിലുമാണ്. ഈ ബഹുമാനം ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും അവരവരുടേതായ അതില്ലാതായിത്തീരുന്നതോടുകൂടി, ഈ 3 ഘടകങ്ങൾ ഇല്ലാതാകുന്നതോടുകൂടി താലിച്ചരട് പൊട്ടും, വിവാഹബന്ധങ്ങളില്ലാതാവും. പിന്നെ നമ്മൾ ഇപ്പോൾ ഇത് വളരെ വിസ്തരിച്ചിട്ടുള്ള ഒരു എഴുത്താണ്. ഇത് എഴുതി അമ്മ എന്നോട് പിന്നീടൊക്കെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. എന്നുവെച്ചാൽ അപ്പോൾ ഇതിൽ ചോദിക്കുന്നത്, നമ്മൾക്ക് ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ആന്തരികമായിരിക്കുന്ന ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചില ശബ്ദങ്ങൾ അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് കിട്ടും. ചിലപ്പോൾ അത് കിട്ടില്ല താനും. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ശബ്ദം, എന്താണ് ആ ശബ്ദം, ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്തുകൂടാ എന്നുള്ളൊരു ശബ്ദം നമുക്ക് കേട്ടുവെന്ന് വരും. ചിലപ്പോൾ കേട്ടുവെന്ന് വരും, ചിലപ്പോൾ കേട്ടില്ല എന്ന് വരും. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ മനസ്സാക്ഷി എന്ന് പറഞ്ഞിട്ടേ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈശ്വരൻ ജാഗ്രതായിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭഗവാന്റെ നമ്മൾ അതിനെ അതിനെ നമുക്ക് കേൾക്കാനുള്ള തയ്യാറെടുപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈശ്വരൻ്റെ വാണി, നമ്മുടെ മനസ്സാക്ഷിയുടെ വാക്കുകൾ കേൾക്കാൻ പറ്റും. അപ്പോൾ ചില സമയങ്ങൾ നമ്മൾ എത്രത്തോളം അതിന് തയ്യാറായിട്ടുണ്ടോ അത്രത്തോളം നമുക്ക് നമ്മുടെ ഉള്ളിലിരിക്കുന്നതായ ഭഗവാന്റെ വാക്കുകൾ കേൾക്കാൻ പറ്റും. പക്ഷെ മനസ്സ് നമ്മൾ ബാഹ്യമായിരിക്കുന്ന സമയത്ത്, മനസ്സ് വിക്ഷുബ്ധമായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ളതായ ഈ അറിവ്, ഈ മനസ്സാക്ഷി, അത് നമ്മൾ അല്ലെങ്കിൽ ഈശ്വരൻ്റെ വാക്ക് നമുക്ക് കേൾക്കാതായിത്തീരും. പല കാര്യങ്ങളും ആ ചോദ്യത്തിലുണ്ട്. പക്ഷെ അത് നമുക്ക് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാം. എന്തായാലും ഇവിടെ
നമുക്ക് കൂടാൻ സാധിച്ചു. ഇനി അടുത്തതായിട്ട് ഗുരുദേവൻ്റെ 108-ാം ജയന്തി ഇവിടെ നേരത്തെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയ് 8 മുതൽ 14 വരെ 12 വരെ, മെയ് 12 വരയ്ക്കാണ്. 8, 9, 10, 11, 12 5 ദിവസമാണ്. 8-ാം തീയതിയാണ് ചിന്മയാനന്ദ സ്വാമികളുടെ 108-ാം തിഥി, ജന്മദിനം. 12-ാം തീയതിയാണ് ഭഗവാൻ ആദിശങ്കരാചാര്യസ്വാമികളുടെ ജന്മദിനം. അപ്പോൾ ഈ 5 ദിവസങ്ങളിൽ ചിന്മയ മിഷൻ ഗംഭീരമായിട്ടത് ആ പരിപാടി നടത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് പരിപാടികളൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. വലിയൊരു പരിപാടിയായിട്ട് നമ്മുടെ എല്ലാവരുടെയും നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്വകാര്യ അഭിമാനമാണ് ഗുരുദേവനും ഭഗവാൻ ആദിശങ്കരാചാര്യസ്വാമികളും. നമുക്ക് ഒരുമിച്ച് ഈ പദ്ധതി വലിയൊരു ഗംഭീരമായൊരു വിജയമാക്കി തീർക്കണം. ബ്രഹ്മചാരി സുധീർ ചൈതന്യജി ഇവിടെ തന്നെയുണ്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ നമ്മുടെ ആ പേപ്പറിലുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെടുക. എന്തായാലും ഈ പരിപാടി വലിയൊരു ഗംഭീര വിജയമാക്കി തീർക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹവും അതിനുള്ള യോഗദാനവും ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സുദിനത്തിൽ നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനും ഗീതാദേവിക്കുമുള്ളൊരു അഷ്ടോത്തര അർച്ചനയും ഒരു ദീപാരാധനയോടെ ചെയ്യാം. ഇന്ന് വളരെ വിശേഷമായിട്ടുള്ള ദിവസമായതുകൊണ്ട്. ഹരി ഓം. ഓം ശ്രീമദ്ഭഗവദ്ഗീതായേ നമഃ. ഓം ശ്രീകൃഷ്ണാമൃതവാണ്യേ നമഃ. ഓം പാർത്ഥായ പ്രതിബോധിതായേ നമഃ. ഓം വ്യാസേന ഗ്രഥിതായേ നമഃ. ഓം സഞ്ജയവർണിതായേ നമഃ. ഓം മഹാഭാരതമധ്യസ്ഥിതായേ നമഃ. ഓം കുരുക്ഷേത്ര ഉപാദിഷ്ടായേ നമഃ. ഓം ഭഗവത്यै നമഃ. ഓം അംബാരൂപായേ നമഃ. ഓം അദ്വൈതാമൃതവർഷിണ്യേ നമഃ. ഓം ഭവദ്വേഷിണ്യേ നമഃ. ഓം അഷ്ടാദശാധ്യായിന്യേ നമഃ. ഓം സർവോപനിഷത്സാരായേ നമഃ. ഓം ബ്രഹ്മവിദ്യായേ നമഃ. ഓം യോഗശാസ്ത്രരൂപായേ നമഃ. ഓം ശ്രീകൃഷ്ണാർജുനസംവാദരൂപായേ നമഃ. ഓം ശ്രീകൃഷ്ണഹൃദയായേ നമഃ. ഓം സുന്ദരായേ നമഃ. ഓം മധുരായേ നമഃ. ഓം പുനീതായേ നമഃ. ഓം കർമ്മമർമ്മപ്രകാശിന്യേ നമഃ. ഓം കാമാസക്തിഹരായേ നമഃ. ഓം തത്വജ്ഞാനപ്രകാശിന്യേ നമഃ. ഓം നിശ്ചലഭക്തിവിദായിന്യേ നമഃ. ഓം നിർമ്മലായേ നമഃ. ഓം കലിമലഹാരിണ്യേ നമഃ. ഓം രാഗദ്വേഷവിദാരിണ്യേ നമഃ. ഓം മോദകാരിണ്യേ നമഃ. ഓം ഭവഭയഹാരിണ്യേ നമഃ. ഓം താരിണ്യേ നമഃ. ഓം പരമാനന്ദപ്രദായേ നമഃ. ഓം അജ്ഞാനനാശിന്യേ നമഃ. ഓം ആസുരഭാവവിനാശിന്യേ നമഃ. ഓം ദൈവീസമ്പത്പ്രദായേ നമഃ. ഓം ഹരിഭക്തപ്രദായേ നമഃ. ഓം സർവശാസ്ത്രസ്വാമിന്യേ നമഃ. ഓം ദയാസുധാവർഷിണ്യേ നമഃ. ഓം ഹരിപദപ്രേമദായിന്യേ നമഃ. ഓം ശ്രീപ്രദായേ നമഃ. ഓം വിജയപ്രദായേ നമഃ. ഓം ഭൂതിദായേ നമഃ. ഓം നീതിദായേ നമഃ. ഓം സനാതനായേ നമഃ. ഓം സർവധർമ്മസ്വരൂപിണ്യേ നമഃ. ഓം സമസ്തസിദ്ധിദായേ നമഃ. ഓം സന്മാർഗദർശികായേ നമഃ. ഓം ത്രിലോകപൂജ്യായേ നമഃ. ഓം അർജുനവിഷാദഹാരിണ്യേ നമഃ. ഓം പ്രസാദപ്രദായേ നമഃ. ഓം നിത്യാത്മസ്വരൂപദർശികായേ നമഃ. ഓം അനിത്യദേഹസംസാരധൂപദർശികായേ നമഃ. ഓം പുനർജന്മരഹസ്യപ്രകടികായേ നമഃ.
ഓം സ്വധർമ്മപ്രബോധിന്യൈ നമഃ. ഓം സ്ഥിതപ്രജ്ഞലക്ഷണദർശികായൈ നമഃ. ഓം കർമ്മയോഗപ്രകാശിന്യൈ നമഃ. ഓം യജ്ഞഭാവനാപ്രകാശിന്യൈ നമഃ. ഓം വിവിധയജ്ഞപ്രദർശികായൈ നമഃ. ഓം ചിത്തശുദ്ധിദായൈ നമഃ. ഓം കാമനാശോപായബോധികായൈ നമഃ. ഓം അവതാരതത്വവിചാരിണ്യൈ നമഃ. ഓം ജ്ഞാനപ്രാപ്തിസാധനോപദേശികായൈ നമഃ. ഓം ജ്ഞാനയോഗബോധിന്യൈ നമഃ. ഓം മനോനിഗ്രഹമാർഗപ്രദീപികായൈ നമഃ. ഓം സർവവിധസാധകഹിതകാരിണ്യൈ നമഃ. ഓം ജ്ഞാനവിജ്ഞാനപ്രകാശികായൈ നമഃ. ഓം പരാപരപ്രകൃതിബോധികായൈ നമഃ. ഓം സൃഷ്ടിരഹസ്യപ്രകടികായൈ നമഃ. ഓം ചതുർവിധഭക്തലക്ഷണദർശികായൈ നമഃ. ഓം ഭുക്തിമുക്തിദായൈ നമഃ. ഓം ജീവജഗദീശ്വരസ്വരൂപബോധികായൈ നമഃ. ഓം പ്രണവധ്യാനോപദേശികായൈ നമഃ. ഓം കർമ്മോപാസനഫലദർശികായൈ നമഃ. ഓം രാജവിദ്യായൈ നമഃ. ഓം രാജഗുഹ്യായൈ നമഃ. ഓം പ്രത്യക്ഷാവഗമായൈ നമഃ. ഓം ധർമ്മ്യായൈ നമഃ. ഓം സുലഭായൈ നമഃ. ഓം യോഗക്ഷേമകാരിണ്യൈ നമഃ. ഓം ഭഗവത് വിഭൂതിവിസ്താരികായൈ നമഃ. ഓം വിശ്വരൂപദർശനയോഗയുക്തായൈ നമഃ. ഓം ഭഗവതൈശ്വര്യ പ്രദർശികായൈ നമഃ. ഓം ഭക്തിദായൈ നമഃ. ഓം ഭക്തിവിവർദ്ധിന്യൈ നമഃ. ഓം ഭക്തലക്ഷണബോധികായൈ നമഃ. ഓം സഗുണനിർഗുണപ്രകാശികായൈ നമഃ. ഓം ക്ഷേത്രക്ഷേത്രജ്ഞവിവേകകാരിണ്യൈ നമഃ. ഓം ദൃഢവൈരാഗ്യകാരിണ്യൈ നമഃ. ഓം ഗുണത്രയവിഭാഗദർശികായൈ നമഃ. ഓം ഗുണാതീതപുരുഷലക്ഷണദർശികായൈ നമഃ. ഓം അശ്വത്ഥവൃക്ഷവർണ്ണനകാരിണ്യൈ നമഃ. ഓം സംസാരവൃക്ഷഛേദനോപായബോധിന്യൈ നമഃ. ഓം ത്രിവിധശ്രദ്ധാസ്വരൂപപ്രകാശികായൈ നമഃ. ഓം ത്യാഗസന്യാസതത്വദർശികായൈ നമഃ. ഓം യജ്ഞദാനതപസ്വരൂപബോധിന്യൈ നമഃ. ഓം ജ്ഞാനകർമ്മകർത്താസ്വരൂപബോധികായൈ നമഃ. ഓം ശരണാഗതിരഹസ്യപ്രദർശികായൈ നമഃ. ഓം ആശ്ചര്യരൂപായൈ നമഃ. ഓം വിസ്മയകാരിണ്യൈ നമഃ. ഓം ആഹ്ലാദകാരിണ്യൈ നമഃ. ഓം ഭക്തിഹീനജനാഗമ്യൈ നമഃ. ഓം ജഗദോദ്ധാരിണ്യൈ നമഃ. ഓം ദിവ്യദൃഷ്ടിപ്രദായൈ നമഃ. ഓം ധർമ്മസംസ്ഥാപികായൈ നമഃ. ഓം ഭക്തജനസേവ്യായൈ നമഃ. ഓം സർവദേവസ്തുതായൈ നമഃ. ഓം ജ്ഞാനഗംഗായൈ നമഃ. ഓം ശ്രീകൃഷ്ണപ്രിയതമായൈ നമഃ. ഓം സർവമംഗളായൈ നമഃ. ഓം സർവമംഗളായൈ നമഃ. ഓം സർവമംഗളായൈ നമഃ. ഓം ഭഗവദ്ഗീതായൈ നമഃ. ഓം ജയ ഭഗവദ്ഗീതേ. ഓം ജയ ഭഗവദ്ഗീതേ. ഹരിഃ കമലവിഹാരിണി ഹരിഃ കമലവിഹാരിണി സുന്ദരസുപുനീതേ. ഓം ജയ ഭഗവദ്ഗീതേ. കർമ്മസു കർമ്മപ്രകാശിനി കാമാസക്തിഹരാ തത്വജ്ഞാനവികാശിനി വിദ്യാ ബ്രഹ്മപരാ. ഓം ജയ ഭഗവദ്ഗീതേ. നിശ്ചലഭക്തിവിധായിനി നിർമ്മലമലഹാരീ ശരണരഹസ്യപ്രദായിനി സഭവിധി സുഖകാരീ. ഓം ജയ ഭഗവദ്ഗീതേ. കാമദ്വേഷവിദാരിണി കാരിണി മോദ സദാ ഭവഭയഹാരിണി താരിണി പരമാനന്ദപ്രദാ. ഓം ജയ ഭഗവദ്ഗീതേ. ആസുരഭാവവിനാശിനി നാശിനി തമരജനീ दैवी सद्गुणदायिनी हरिरसिका सजनी। ओम जय भगवद्गीते।
समता त्याग सिखावनी हरिमुख की वाणी। सकल शास्त्र की स्वामिनी श्रुति ओम की रानी। ओम जय भगवद गीते दया सुधा बरसावन मात कृपा की जय। हरिपद प्रेम दान कर अपनों कर लीजे। ओम जय भगवद गीते ओम जय भगवद गीते ओम जय भगवद गीते। हरि कमल विहारिणि सुंदर सुपुनीते। ओम जय भगवद गीते ओम जय भगवद गीते। ओम न तत्र सूर्यो भाति न चंद्र तारकं नेमा विद्युतो भान्ति कुतोऽयमग्निः तमेव भान्तमनुभाति सर्वं तस्य भासा सर्वमितं विभाति। बोलिए श्री सद्गुरुनाथ महाराज की जय। बोलिए गीता मैया की जय। सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद।